Hi friends, I am Jibin Matthew. Welcome to Royalty Accounts Part 8. Problem number 3. General Minerals Limited are the lessees of a mine from Dhanraj on a royalty of rupees 20 per ton of mineral raised with a deterrent of rupees 30,000 per annum and with the power to recover short workings during any year of lease when there is excess of royalty over minimum rent. ഈ പ്രോബ്ലത്തിൽ ജനറൽ മിനറൽസ് ലിമിറ്റഡ് ധൻരാജിൽ നിന്നും ഒരു മൈന് ലീസിനെടുത്തിരിക്കുകയാണ്. റോയൽറ്റിയുടെ കാൽക്കുലേഷൻ വരുന്നത് ₹20 പെർ ടൺ ആണ്. മൈനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓരോ ടണ്ണ് മിനറൽസിനും ₹20 വെച്ചാണ് കൊടുക്കേണ്ടി വരുന്നത്. ഡെഡ് റെന്റ് അഥവാ മിനിമം റെന്റ് 30,000 പെർ ആനമാണ്. റീകൂപ്മെന്റിനുള്ള റൈറ്റ് ലിസിക്ക് കിട്ടുന്നുണ്ട്. ഡ്യൂറിങ് എനി ഇയർ ഓഫ് ലീസ് ആണ്. ഏത് വർഷം വേണമെങ്കിലും മിനിമം റെന്റിനേക്കാൾ കൂടുതൽ റോയൽറ്റി ഉണ്ടെങ്കിൽ ആ വർഷം ഷോർട്ട് വർക്കിങ്സ് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. The output of the first 5 years was as follows. Year ending 31st December 2011, 900 tons. Year ending 31st December 2012, 1,200 tons. Year ending 31st December 2013, 1,400 tons. Year ending 31st December 2014, 1,800 tons. Year ending 31st December 2015, 2,600 tons. നമുക്ക് ഓരോ ഇയറിലെയും മിനറൽസ് എക്സ്ട്രാക്റ്റ് ചെയ്തത് ടണ്ണിൽ എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. എത്ര ടണ്ണാണ് മിനറൽസ് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് തന്നിട്ടുണ്ട്. ഡ്രാഫ്റ്റ് ജേർണൽ എൻട്രീസ് ആൻഡ് പ്രിപ്പയർ ഇമ്പോർട്ടൻ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ബോത്ത് ഇൻ ദ ബുക്സ് ഓഫ് ജനറൽ മിനറൽസ് ലിമിറ്റഡ് ആൻഡ് ധൻരാജ്. ജനറൽ മിനറൽസ് ലിമിറ്റഡിൻ്റെയും ധൻരാജിൻ്റെയും ലെസിയുടെയും ലെസറുടെയും ബുക്കിലെ ജേണൽ എൻട്രീസും ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അനാലിസിസ് ടേബിളാണ്. അനാലിസിസ് ടേബിളിൽ കോളങ്ങൾ ഇയർ, ഔട്ട്പുട്ട് ഇൻ ടൺസ്, മിനിമം റെന്റ്, റോയൽറ്റി, എമൗണ്ട് പെയ്ഡ് ടു ലെസർ, ഇവിടെ ധൻരാജാണ്, ഷോർട്ട് വർക്കിങ്സ്, റൈസിംഗ്, റീകൂപ്ഡ്, ഇറിക്കവറബിൾ, ബാലൻസ്, ക്യാരി ഫോർവേഡ്, ഇത്രയാണ് കോളങ്ങൾ വരുന്നത്. ഇയർ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2011 തുടങ്ങി 2015 വരെയുള്ള ഇയറാണ് തന്നിരിക്കുന്നത്. ഔട്ട്പുട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 900 ടൺസ്, 2012 1,200, 2013 1,400, 2014 1,800, 2015 2,600. ഇവിടെ മിനിമം റെന്റ് 30,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഡെഡ് റെന്റ് ₹30,000 പെർ ആനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഡ് റെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മിനിമം റെന്റ് തന്നെയാണ്. 30,000 ആണ്. എല്ലാ വർഷവും 30,000 ആണെന്നുണ്ട് എല്ലാ വർഷവും മിനിമം റെന്റിന്റെ കോളത്തിൽ നമുക്ക് 30,000 കൊടുക്കാം. നെക്സ്റ്റ് റോയൽറ്റിയുടെ കോളമാണ്. റോയൽറ്റി ഓരോ വർഷവും വ്യത്യസ്തമാണ്. റോയൽറ്റി ഓരോ വർഷത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് റോയൽറ്റി ₹20 പെർ ടൺ ആണ്. 900 ടൺ ആണ് ഇവിടെ വരുന്നത്. 900 ടൺ ഇൻറ്റു ₹20. 900 ഇൻറ്റു 20 18,000 ആണ്. 18,000. നെക്സ്റ്റ് 2012 1,200 ടൺ ആണ്. 1,200 ഇൻറ്റു 20. 1,200 ഇൻറ്റു 20 എമൗണ്ട് 24,000. 24,000. നെക്സ്റ്റ് 2013 1,400 ഇൻറ്റു 20. 1,400 ഇൻറ്റു 20 1,400 ഇൻറ്റു 20 ₹28,000. ₹28,000.
നെക്സ്റ്റ് 1800 into 20. 1800 into 20. Rupees 36,000. 2015 ഔട്ട്പുട്ട് 2600 ടണ്ണാണ്. റോയൽറ്റി വരുന്നത് 2600 into 20. എമൗണ്ട് 52,000 ആണ്. നെക്സ്റ്റ് കോളം എമൗണ്ട് പെയ്ഡ് ടു ലെസർ. ഇവിടെ ലെസർ ധൻരാജ് ആണ്. ഓരോ വർഷവും എത്രയാണ് ലെസർക്ക് ലെസി പേയ്മെന്റ് നടത്തേണ്ടതായിട്ടുള്ളതെന്നാണ് ഈ കോളത്തിൽ നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ 2011 മിനിമം റെന്റ് 30,000 ഉണ്ട്. മിനിമം റെന്റ് എല്ലാ വർഷവും 30,000 ആണ്. റോയൽറ്റി 18,000 ആണ്. റോയൽറ്റി എമൗണ്ട് ഇവിടെ പേയ്മെന്റ് നടത്തിയാൽ പോരാ. മിനിമം റെന്റ് ആയിട്ടുള്ള എമൗണ്ട് 30,000 മിനിമം എന്ത് ചെയ്തിരിക്കണം, ലെസർക്ക് പേയ്മെന്റ് നടത്തിയിരിക്കണം. അതുകൊണ്ട് ഇവിടെ ലെസർക്ക് കൊടുക്കുന്നത് 30,000 ആണ്. ഇവിടെ ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നുണ്ട്. റോയൽറ്റിയും എമൗണ്ട് പെയ്ഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. ഷോർട്ട് വർക്കിംഗ് റൈസിംഗ് 30,000 മൈനസ് 18,000 ആണ്. അത് 12,000 ആണ്. 30,000 മൈനസ് 18,000. റീകൂപ്മെന്റ് ഇവിടെ നടക്കുന്നില്ല. കാരണം റോയൽറ്റി എമൗണ്ട് മിനിമം റെന്റിനേക്കാൾ കുറവാണ്. റോയൽറ്റി മിനിമം റെന്റിനേക്കാൾ കൂടുതലുള്ളപ്പോഴാണ് റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇറക്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് ഒന്നും വരുന്നില്ല. കാരണം നമുക്ക് ഈ ലീസ് പീരീഡിന്റെ ഏത് ഇയർ വേണമെങ്കിലും റീകൂപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. ബാലൻസ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്ന ഷോർട്ട് വർക്കിംഗ് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ്. 12,000 ആണ് ബാലൻസ് എമൗണ്ട്. ഇനി നെക്സ്റ്റ് ഇയറിൽ റോയൽറ്റി 24,000 മിനിമം റെന്റ് 30,000 ആണ്. ഈ കേസിലും മിനിമം റെന്റ് ആയിട്ടുള്ള 30,000 ആണ് പേയ്മെന്റ് നടത്തേണ്ടത്. ഇവിടെയും ഷോർട്ട് വർക്കിംഗ് ഉണ്ടാവുന്നുണ്ട്. 30,000 മൈനസ് 24,000 6,000 ആണ് ഇവിടെ ഷോർട്ട് വർക്കിംഗ് റൈസിംഗ് ആയിട്ട് വരുന്നത്. റീകൂപ്മെന്റ് ഒന്നും നടക്കുന്നില്ല. കാരണം റോയൽറ്റി ഇവിടെ കുറവാണ്. ഇറക്ടബിൾ ആകുന്നില്ല. ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് 12,000 പ്ലസ് 6,000 18,000 ആണ്. നെക്സ്റ്റ് 2013 എമൗണ്ട് പെയ്ഡ് ടു ധൻരാജ്. റോയൽറ്റി 28,000 ഉള്ളൂ. മിനിമം റെന്റ് 30,000 ആണ്. ഇവിടെയും റോയൽറ്റി കുറവാണ്. അതുകൊണ്ട് മിനിമം റെന്റ് ആയിട്ടുള്ള 30,000 ആണ് ലെസർക്ക് കൊടുക്കുന്നത്. ഇവിടെ ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നത് എത്രയാണ്, 2,000 ആണ്. 30,000 മൈനസ് 28,000 2,000 ആണ് ഇവിടെ ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നത്. റീകൂപ്മെന്റ് നടക്കുന്നില്ല. ഇറക്ടബിൾ ആകുന്നില്ല. ബാലൻസ് ക്യാരി ഫോർവേഡ് 18,000 പ്ലസ് 2,000 20,000 ആണ്. ബാലൻസ് ക്യാരി ഫോർവേഡ് 20,000 വന്നു. ഇനി നെക്സ്റ്റ് ഇയറിൽ നോക്കാം. നെക്സ്റ്റ് ഇയറിൽ റോയൽറ്റി 36,000 ഉണ്ട്. മിനിമം റെന്റ് 30,000 ആണ്. സാധാരണയായിട്ട് നമ്മൾ റോയൽറ്റി ആണോ മിനിമം റെന്റ് ആണോ ഏതാണോ കൂടുതൽ ആ എമൗണ്ട് ആണ് ലെസർക്ക് പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ റീകൂപ്മെന്റിനുള്ള അവകാശം ലെസിക്ക് ഉള്ളത് കൊണ്ട് തന്നെ മിനിമം റെന്റ് കൊടുത്തിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് റീകൂപ്പ് ചെയ്യാനായിട്ട് ലെസിക്ക് പറ്റും. ഇവിടെ നമുക്ക് 20,000 റീകൂപ്മെന്റിനുള്ള അവസരമുണ്ട്. നമുക്ക് ഇവിടെ എക്സ്ട്രാ എമൗണ്ട് 6,000 ഉള്ളൂ. കാരണം മിനിമം 30,000 കൊടുക്കണം. എക്സ്ട്രാ വരുന്നത് 6,000 ഉള്ളൂ. അപ്പൊ ആകെ നമുക്ക് റീകൂപ്പ് ചെയ്യാനായിട്ട് ഈ വർഷം പറ്റുന്നത് 6,000 ആണ്. എമൗണ്ട് പെയ്ഡ് ടു ധൻരാജ് മിനിമം റെന്റ് എമൗണ്ട് കൊടുത്ത് നമ്മൾ സെറ്റിൽ ചെയ്യുകയാണ്. എറൈസിംഗ് ഉണ്ടാകുന്നില്ല. ഷോർട്ട് വർക്കിംഗ് ഒന്നും ഇവിടെ ഈ വർഷം ഷോർട്ട് വർക്കിംഗ് ഉണ്ടാകുന്നില്ല. റീകൂപ്മെന്റ് നടത്തുന്നത് എത്രയാണ്, 6,000 ആണ്. ഇറക്ടബിൾ ആകുന്നില്ല. ബാലൻസ് ക്യാരി ഫോർവേഡ് വരുന്നത് 20,000 മൈനസ് 6,000 14,000 ആണ്.
ഷോർട്ട് വർക്കിംഗ് 20,000 ആയിരുന്നു ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 6,000 റീകൂപ്പ് ചെയ്തു. ബാലൻസ് വരുന്നത് 14,000. നെക്സ്റ്റ് 2015 റോയൽറ്റി 52,000 ആണ് വരുന്നത്. മിനിമം റെന്റ് 30,000 ആണ്. നമുക്കിവിടെ റീകൂപ്പ് ചെയ്യാൻ പറ്റുന്നത് 14,000 ആണ്. നമുക്ക് റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമുക്ക് എമൗണ്ട് പെയ്ഡ് ടു ധൻരാജ് 38,000 ആണ്. കാരണം ഇവിടെ 52,000 ഇവിടെ റോയൽറ്റി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് 30,000 കൊടുത്താൽ പോരാ. കാരണം നമുക്ക് ആകെ റീകൂപ്പ് ചെയ്യാനുള്ളത് 14,000 ഉള്ളൂ. റീകൂപ്പ് ചെയ്യാനുള്ള എമൗണ്ട് മാത്രമേ ഇതിൽ നിന്ന് ലെസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 38,000 ധൻരാജിന് പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 38,000 കൊടുക്കുന്നത്. ഇവിടെ ഈ ഷോർട്ട് വർക്കിംഗ് ഒന്നും റൈസ് ചെയ്യുന്നില്ല. റീകൂപ്പ് ചെയ്യുന്നത് 14,000 ആണ്. കാരണം ബാലൻസ് ഫുള്ള് നമ്മൾ റീകൂപ്പ് ചെയ്യുന്നു. ഇറിക്കവറബിൾ ആയിട്ടുള്ള എമൗണ്ട് ഒന്നും വരുന്നില്ല. ബാലൻസ് ക്യാരി ഫോർവേഡ് എമൗണ്ട് ഇല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം റെന്റിനേക്കാൾ എത്രയാണോ കൂടുതലുള്ളത് അതാണ് നമുക്ക് റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ബാലൻസ് കോളത്തിൽ എത്രയാണോ ഉള്ളത് അത്രയും എമൗണ്ട് ആണ് റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ബാലൻസ് കോളത്തിൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് നോക്കണം. അതുപോലെ തന്നെ എക്സ്ട്രാ ഇവിടെ എത്ര എമൗണ്ട് മിനിമം റെന്റിനേക്കാൾ കൂടുതൽ വരുന്നുണ്ടെന്ന് നോക്കണം. എന്നിട്ടാണ് നമ്മൾ റീകൂപ്പ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമുക്ക് അനാലിസിസ് ടേബിൾ ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് കോളം ഇയർ, സെക്കൻഡ് കോളം ഔട്ട്പുട്ട് ഇൻ ടൺസ്, മിനിമം റെന്റ്, റോയലിറ്റി, എമൗണ്ട് പെയ്ഡ് ടു ധൻരാജ്, ഷോർട്ട് വർക്കിംഗ് റൈസിംഗ്, റീകൂപ്ഡ്, ഇറിക്കവറബിൾ, ബാലൻസ് ക്യാരി ഫോർവേഡ്. ഇയർ, ഔട്ട്പുട്ട്, മിനിമം റെന്റ് ഒക്കെ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്പുട്ട് ഇൻറ്റു 20 ആണ്. ഓരോ ടണ്ണിനും 20 റുപ്പീസ് വെച്ചാണ് റോയൽറ്റി. 2011 900 ഇൻറ്റു 20 18,000. 2012 1,200 ഇൻറ്റു 20 24,000. അങ്ങനെ ഓരോ വർഷവും ഔട്ട്പുട്ട് ഇൻറ്റു 20 ആണ് റോയൽറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. എമൗണ്ട് പെയ്ഡ് ടു ധൻരാജ് 2011 റോയൽറ്റി 18,000 ഉള്ളൂ. മിനിമം റെന്റ് 30,000 പേയ്മെന്റ് നടത്തേണ്ടതാണ്. അതുകൊണ്ട് മിനിമം റെന്റ് ആയിട്ടുള്ള 30,000 ആണ് ധൻരാജിന് പേയ്മെന്റ് നടത്തുന്നത്. അതുകൊണ്ട് ആ കോളത്തിൽ 30,000 കൊടുത്തിരിക്കുന്നു. ഷോർട്ട് വർക്കിങ്സ് 12,000 വരുന്നുണ്ട്. 30,000 മൈനസ് 18,000 ആണ്. അതായത് നമ്മൾ മിനിമം റെന്റ് ആയിട്ട് കൊടുത്തു 30,000 കൊടുത്തു, എന്നാൽ റോയൽറ്റി 18,000 വന്നിട്ടുള്ളൂ. അപ്പോൾ എത്രയാണോ മിനിമം റെന്റ് കൊടുത്ത എമൗണ്ടിലേക്ക് ഉള്ള ആ ഒരു ഡിഫറൻസ്, അതാണ് ഷോർട്ട് വർക്കിങ്സ് ആയിട്ട് വരുന്നത്. 12,000 ആണ്. റീക്രൂട്ട്മെൻറ്റും ഒന്നും നടക്കുന്നില്ല ആ വർഷം. ബാലൻസ് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ് 12,000. 2012 റോയൽറ്റി 24,000 ആണ് കിട്ടുന്നത്. മിനിമം റെന്റ് 30,000 തന്നെയാണ്. ഇവിടെയും നമ്മൾ മിനിമം 30,000 പേയ്മെൻറ്റ് നടത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് മിനിമം റെന്റ് ആയിട്ടുള്ള 30,000 ധൻരാജിന് പേയ്മെൻറ്റ് നടത്തുന്നു. ഇവിടെയും ഷോർട്ട് വർക്കിങ്സ് ഉണ്ടാകുന്നുണ്ട്. റോയൽറ്റി കുറവും മിനിമം റെന്റ് അഥവാ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയത് കൂടുതലുമാണ്. 30,000 മൈനസ് 24,000 6,000 ആണ് ഇവിടെ ഷോർട്ട് വർക്കിങ്സ് വരുന്നത്. ഷോർട്ട് വർക്കിങ്സ് ആയതുകൊണ്ട് തന്നെ ആ വർഷം റീക്രൂട്ട്മെൻറ്റ് ഒന്നും നടക്കുന്നില്ല. ബാലൻസ് ക്യാരി ഫോർവേഡിൻ്റെ കൂടെ എക്സ്ട്രാ 6,000 കൂടെ വരികയാണ്. 12,000 പ്ലസ് 6,000 18,000 ആകുന്നു. 2013 റോയൽറ്റി 28,000 ആണ്. എമൗണ്ട് പേയ്മെൻറ്റ് നടത്തേണ്ടത് മിനിമം റെന്റ് മിനിമം കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് 30,000 പേയ്മെൻറ്റ് നടത്തുന്നു. ആ വർഷവും ഷോർട്ട് വർക്കിങ്സ് ഉണ്ടാകുന്നുണ്ട്. 30,000 മൈനസ് 28,000 2,000 ആണ് ഷോർട്ട് വർക്കിങ്സ് വരുന്നത്. ഷോർട്ട് വർക്കിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ വർഷം റീക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല. ബാലൻസ് ക്യാരി ഫോർവേഡ് 18,000 കൂടെ ഈ വർഷത്തെ 2,000 കൂടെ കൂട്ടി 20,000 ആകുന്നു. 2014 മിനിമം റെന്റ് 30,000 റോയൽറ്റി 36,000 ആണ്.
നമുക്ക് മിനിമം 30,000 കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ മിനിമം 30,000 കൊടുത്തിട്ട് എക്സ്ട്രാ വന്ന 6,000 എന്ത് ചെയ്യുകയാണ്, റീകൂപ്പ് ചെയ്യുകയാണ്. ആ വർഷം ഷോർട്ട് വർക്കിങ്സ് ഉണ്ടാകുന്നില്ല, കാരണം റോയൽറ്റി മിനിമം റെൻറ്റിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഷോർട്ട് വർക്കിങ്സ് ഉണ്ടാകുന്നില്ല. എക്സ്ട്രാ വന്ന 6,000 റീകൂപ്പ് ചെയ്യുന്നു. റീകൂപ്പ് ചെയ്യുന്നതിന് ഫലമായിട്ട് ബാലൻസ് എമൗണ്ട് കുറയുന്നുണ്ട്. 20,000 മൈനസ് 6,000 14,000 ആണ് ഇനിയുള്ള ബാലൻസ്. 2015 റോയൽറ്റി 52,000 ആണ്, മിനിമം റെൻറ്റ് 30,000 ആണ്. നമുക്ക് 14,000 മാത്രമേ റിക്കവർ ചെയ്യാനായിട്ടുള്ളൂ. അതുകൊണ്ട് 52,000 സ്ഥാനത്ത് 30,000 പേയ്മെൻറ്റ് നടത്തിയാൽ ശരിയാവില്ല. മിനിമം 30,000 കൊടുത്താൽ മതിയെങ്കിലും നമുക്ക് റീകൂപ്മെൻറ്റ് എത്ര, ബാലൻസ് എത്ര ക്യാരി ഫോർവേഡ് ചെയ്ത് നിലവിലുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീകൂപ്മെൻറ്റ് നടത്തി എമൗണ്ട് കുറച്ച് പേയ്മെൻറ്റ് നടത്താനായിട്ട് പറ്റുള്ളൂ. നമുക്ക് നിലവിൽ 14,000 മാത്രമാണ് ബാലൻസ് ഉള്ളത്. 52,000 റോയൽറ്റി ഉണ്ട്. 52,000 മൈനസ് 14,000 നോക്കുക, 38,000 ആണ് നേരം നമുക്ക് കിട്ടുന്ന എമൗണ്ട്. ആ 38,000 ആണ് ധൻരാജിന് പേയ്മെൻറ്റ് നടത്തേണ്ടത്. 52,000 ഇവിടെ റോയൽറ്റി ഉണ്ട്. 52,000 മൈനസ് 14,000 അപ്പോൾ കിട്ടുന്ന 38,000 ആണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. 38,000 പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ റീകൂപ്പ് ചെയ്യുന്ന എത്രയാണ്, 14,000 റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലാസ്റ്റ് ഇയർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് റോയൽറ്റി 52,000 ഉണ്ട്, മിനിമം റെൻറ്റ് 30,000 ഉള്ളൂ. 30,000 പേയ്മെൻറ്റ് കൊടുത്താൽ പോരാ, കാരണം നമുക്ക് 14,000 മാത്രമേ റിക്കവർ ചെയ്യാനായിട്ടുള്ളൂ. നമുക്ക് കുറച്ചധികം എമൗണ്ട് റിക്കവർ ചെയ്യാനായിട്ടുണ്ട് എങ്കിൽ നമുക്ക് 30,000 പേയ്മെൻറ്റ് നടത്തി ബാലൻസ് എമൗണ്ട് എല്ലാം റിക്കവർ ചെയ്തെടുക്കാമായിരുന്നു. പക്ഷേ നമുക്ക് 14,000 മാത്രമേ ബാലൻസ് ഉള്ളൂ. അതുകൊണ്ട് ആ 14,000 മാത്രമേ റിക്കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് 52,000 നിന്ന് 14,000 മൈനസ് ചെയ്യുന്ന 38,000 പേയ്മെൻറ്റ് നടത്തുന്നത്. റിക്കൂപ്പ് ചെയ്യുന്നത് 14,000 ആണ്. ഇറക്രൗഡ് ആയിട്ടുള്ള എമൗണ്ട് ഒന്നുമില്ല, നമ്മുടെ ഫുൾ ബാലൻസും നമ്മൾ റിക്കൂപ്പ് ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ടില്ല. ഇറക്രൗഡായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും എമൗണ്ട് ഒന്നുമില്ല. നെക്സ്റ്റ്, ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ജനറൽ മിനറൽസ് ലിമിറ്റഡ്. ലിസിയുടെ ബുക്കിലെ ജേണൽ എൻട്രീസ് നോക്കാം. 2011 ഡിസംബർ 31. ഫസ്റ്റ് എൻട്രി മിനിമം റെൻറ്റ് പേയബിൾ, മിനിമം റെൻറ്റ് ഡ്യൂ ആകുന്ന എൻട്രിയാണ്. ആദ്യത്തെ വർഷം നമ്മൾ മിനിമം റെൻറ്റാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. നമ്മൾ അനാലിസിസ് ടേബിളുമായിട്ട് നോക്കിയിട്ട് വേണം ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാനായിട്ട്. നമുക്കറിയാം 30,000 ആണ് മിനിമം റെൻറ്റ്, 30,000 ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. എമൗണ്ട് പെയ്ഡ് ടു ധൻരാജ് എന്നുള്ള കോളം നോക്കിയാൽ നമുക്കറിയാനായിട്ട് പറ്റും. പേയ്മെൻറ്റ് നടത്തുന്നത് 30,000 ആണ്. അപ്പം മിനിമം റെൻ്റ് ആണ് അവിടെ പേയ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മിനിമം റെൻ്റ് അക്കൗണ്ട് അറ്റഡ് ടു ധൻരാജ് എന്നാണ് എൻട്രി വരുന്നത്. മിനിമം റെൻ്റ് അക്കൗണ്ട് അറ്റഡ് ടു ധൻരാജ് ₹30,000. മിനിമം റെൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് എൻട്രി എന്ന് പറഞ്ഞാൽ മിനിമം റെൻറ്റും മിനിമം റെൻറ്റിൽ നിന്ന് റോയൽറ്റിയും ഷോർട്ട് വർക്കിങ്സിനെയും വേർതിരിക്കുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റഡ് ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു മിനിമം റെൻറ്റ് എന്നാണ് എൻട്രി. റോയൽറ്റി അക്കൗണ്ട് അറ്റഡ് 18,000, ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് അറ്റഡ് 12,000, ടു മിനിമം റെൻറ്റ് അക്കൗണ്ട് 30,000. നമുക്കറിയാം ഷോർട്ട് വർക്കിങ്സ് എമൗണ്ട് റോയൽറ്റി ഒക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അനാലിസിസ് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ റോയൽറ്റി 18,000 നമുക്ക് കാണാനായിട്ട് പറ്റും. ഷോർട്ട് വർക്കിങ്സിൻ്റെ എറൈസിങ് എന്നുള്ള കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ ഷോർട്ട് വർക്കിങ്സ് ഉണ്ടായത് എത്രയാണെന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എൻട്രിയിലേക്ക് വരേണ്ട എല്ലാ എമൗണ്ടും നമ്മൾ അനാലിസിസ് ടേബിളിൽ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് എൻട്രി മിനിമം റെൻറ്റ് പേയ്മെൻറ്റ് നടത്തുന്നതാണ്. നമുക്കറിയാം ധൻരാജിന് പേയ്മെൻറ്റ് നടത്തുന്നത് 30,000 ആണ്. ധൻരാജ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് എൻട്രി. ധൻരാജ് അക്കൗണ്ട് അറ്റഡ് 30,000, ടു ബാങ്ക് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി പൊട്ടൻഷ്യൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. ഇവിടെ റോയൽറ്റി ആയിട്ട് വന്ന എമൗണ്ട് നമുക്കറിയാം, റോയൽറ്റി സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ സെക്കൻഡ് എൻട്രിയിൽ എഴുതിയിട്ടുണ്ട്. റോയൽറ്റി ആയിട്ട് വന്ന എമൗണ്ട് എത്രയാണോ അതാണ് പൊട്ടൻഷ്യൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടത്. പൊട്ടൻഷ്യൽ അക്കൗണ്ട് അറ്റഡ് ടു
റോയൽറ്റി എന്നാണ് എൻട്രി. പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി എന്നാണ് എൻട്രി. പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ 18,000 ടു റോയൽറ്റി അക്കൗണ്ട് 18,000. നെക്സ്റ്റ് ഇയർ 2012 ഡിസംബർ 31 മിനിമം റെന്റ് പേബിൾ ആകുന്ന അഥവാ ഡ്യൂ ആകുന്ന എൻട്രിയാണ്. സെക്കൻഡ് ഇയറിലും മിനിമം റെൻ്റാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. നമുക്കറിയാം എമൗണ്ട് പെയ്ഡ് ടു ധൻരാജ് 30,000 ആണ് വന്നിരിക്കുന്നത്. മിനിമം റെൻ്റ് എമൗണ്ട് തന്നെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. റോയൽറ്റിയുടെ കോളത്തിൽ വന്നിരിക്കുന്നത് 24,000 ആണ്. ഷോർട്ട് വർക്കിംഗ് എറൈസിങ് 6,000 ആണ്. നമുക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ അനാലിസിസ് ടേബിളിനകത്ത് ഉണ്ട്. റോയൽറ്റി 24,000, ഷോർട്ട് വർക്കിംഗ് എറൈസിങ് 6,000. ഇനി എൻട്രിയിലേക്ക് വരാം. മിനിമം റെൻ്റ് ഡ്യൂ ആകുന്ന എൻട്രി മിനിമം റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ധൻരാജ് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് എൻട്രി റോയൽറ്റിയെയും ഷോർട്ട് വർക്കിങ്സിനെയും സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി 24,000 ആണ് നമ്മൾ കണ്ടു. ഷോർട്ട് വർക്കിങ്സ് 6,000 ആണ് നമ്മൾ കണ്ടു. എൻട്രി റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 24,000, ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് ഡെറ്റർ 6,000 ടു മിനിമം റെൻ്റ് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് എൻട്രി മിനിമം റെൻ്റ് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. ധൻരാജിന് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. ധൻരാജ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് പെയ്ഡ് ടു ധൻരാജ് എന്നുള്ള കോളത്തിൽ നമ്മൾ 30,000 ആണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ധൻരാജ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ബാങ്ക് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി 24,000 ആണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ 24,000 ടു റോയൽറ്റി 24,000. ഇതാണ് എൻട്രി. പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ 24,000 ടു റോയൽറ്റി 24,000. നെക്സ്റ്റ് ഇയർ 2013 ഡിസംബർ 31 അനാലിസിസ് ടേബിളിലേക്ക് നോക്കാം. 2013 റോയൽറ്റി വരുന്നത് 28,000 ആണ്. മിനിമം റെൻ്റാണ് അവിടെ പേയ്മെൻറ്റ് നടത്തുന്നത്. 30,000 ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ഷോർട്ട് വർക്കിംഗ് എറൈസിങ് വരുന്നത് 2,000 ആണ്. റോയൽറ്റി 28,000, ഷോർട്ട് വർക്കിങ്സ് 2,000. ഇനി നമുക്ക് എൻട്രിയിലേക്ക് നോക്കാം. മിനിമം റെൻ്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ്. കാരണം ഇവിടെയും മിനിമം റെൻ്റാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. 30,000 ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. മിനിമം റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ധൻരാജ് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് റോയൽറ്റിയും ഷോർട്ട് വർക്കിങ്സും സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി 28,000 ആണ്. ഷോർട്ട് വർക്കിങ്സ് 2,000 ആണ്. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 28,000, ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് ഡെറ്റർ 2,000 ടു മിനിമം റെൻ്റ് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് ധൻരാജിന് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ്. ധൻരാജിന് മിനിമം റെൻ്റ് എമൗണ്ട് ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ധൻരാജ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ബാങ്ക് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി 28,000 ആണ്. എൻട്രി പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ 28,000 ടു റോയൽറ്റി 28,000. നെക്സ്റ്റ് ഇയർ 2014 ഡിസംബർ 31 നമുക്ക് അനാലിസിസ് ടേബിളിലേക്ക് നോക്കാം. 2014 റോയൽറ്റി വന്നിരിക്കുന്നത് 36,000 ആണ്. റോയൽറ്റി 36,000 ആണ്. എന്നാൽ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത് എത്രയാണ്? 30,000 ആണ്. എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത് 30,000 ആണ്. ഷോർട്ട് വർക്കിംഗ് ഒന്നും ഉണ്ടാകുന്നില്ല. ഷോർട്ട് വർക്കിങ്സ് റിക്കവർ ചെയ്യുന്നുണ്ട്, റീകൂപ്പ് ചെയ്യുന്നുണ്ട്. 6,000 ആണ് റീകൂപ്പ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റോയൽറ്റി 36,000 ആണ്. പേയ്മെൻറ്റ് നടത്തുന്നത് 30,000 ആണ്. 6,000 റീകൂപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇനി എൻട്രിയിലേക്ക് പോകാം. ഇവിടെ റോയൽറ്റി പേയബിൾ ആവുന്ന എൻട്രിയാണ്, അതായത് റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ്. മിനിമം റെൻ്റ് അല്ല വരുന്നത്, കാരണം മിനിമം റെൻറ്റിനേക്കാൾ കൂടുതലാണ് റോയൽറ്റി എമൗണ്ട്.
Royalty account debtor 36,000 to Dhanraj account 36,000. Entry royalty account debtor 36,000 to Dhanraj account 36,000. നെക്സ്റ്റ് എൻട്രി ഇവിടെ ഷോർട്ട് വർക്കിങ്സും റോയൽറ്റിയും കൂടെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഷോർട്ട് വർക്കിങ്സ് ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ് എൻട്രി വരുന്നത് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത്, ധൻരാജിന് പേയ്മെൻറ്റ് നടത്തുന്നത്, അതുപോലെ തന്നെ ഷോർട്ട് വർക്കിങ്സ് റിക്കവർ ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്ന എൻട്രിയാണ്. ധൻരാജ് അക്കൗണ്ട് ഡെറ്റർ 36,000. മൊത്തം റോയൽറ്റിയുടെ എമൗണ്ട് 36,000 ആണ്. ധൻരാജ് അക്കൗണ്ട് ഡെറ്റർ 36,000. ടു ബാങ്ക് അക്കൗണ്ട് 30,000. പേയ്മെൻറ്റ് നടത്തുന്നത് 30,000 ഉള്ളൂ, അതാണ് ടു ബാങ്ക് അക്കൗണ്ട് 30,000. ടു ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് 6,000. ഷോർട്ട് വർക്കിങ്സ് റിക്കവർ ചെയ്യുന്ന എമൗണ്ട് ആണ്. ഇവിടെ റോയൽറ്റി 36,000 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 30,000 പേയ്മെൻറ്റ് നടത്തുന്നു, ബാക്കി 6,000 റീകൂപ്മെൻറ്റ് നടത്തുന്നു. നെക്സ്റ്റ് എൻട്രി റോയൽറ്റിയെ പ്രൊട്ടക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊട്ടക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി അക്കൗണ്ട്. പ്രൊട്ടക്ഷൻ അക്കൗണ്ട് ഡെറ്റർ 36,000 ടു റോയൽറ്റി അക്കൗണ്ട് 36,000. നെക്സ്റ്റ് 2015 ഡിസംബർ 31. ലാസ്റ്റ് ഇയറിലെ എൻട്രീസ് നോക്കാം. എമൗണ്ടുകൾ അറിയുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം അനാലിസിസ് ടേബിളിലേക്ക് പോകാം. 2015 റോയൽറ്റി വന്നിരിക്കുന്ന 52,000 ആണ്. എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത് 38,000 ആണ്. റീകൂപ്മെൻറ്റ് വരുന്നത് 14,000 ആണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റോയൽറ്റി വരുന്നത് 52,000 ആണ്. ധൻരാജിന് പേയ്മെൻറ്റ് നടത്തുന്ന എമൗണ്ട് 38,000 ആണ്. റീകൂപ്മെൻറ്റ് നടത്തുന്നത് 14,000 ആണ്. ഇനി എൻട്രിയിലേക്ക് കിടക്കാം. റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയാണ് ആദ്യത്തെ എൻട്രി. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 52,000 ടു ധൻരാജ് അക്കൗണ്ട് 52,000. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 52,000 ടു ധൻരാജ് അക്കൗണ്ട് 52,000. നെക്സ്റ്റ് എൻട്രി ഇവിടെ റോയൽറ്റി മിനിമം റെൻറ്റിനേക്കാൾ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ റീകൂപ്മെൻറ്റിനുള്ള അവസരമുണ്ട്. നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എമൗണ്ട് ലെസർക്ക് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഷോർട്ട് വർക്കിങ്സ് റിക്കവർ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ്. ധൻരാജ് അക്കൗണ്ട് ഡെറ്റർ 52,000 ടോട്ടൽ എമൗണ്ട് റോയൽറ്റി എമൗണ്ട് ആണ് വന്നിരിക്കുന്നത്. ടു ബാങ്ക് അക്കൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്ന എമൗണ്ട് 38,000. ടു ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് 14,000 ഷോർട്ട് വർക്കിങ്സ് റീകൂപ്പ് ചെയ്യുന്ന എമൗണ്ട്. എൻട്രി ധൻരാജ് അക്കൗണ്ട് ഡെറ്റർ 52,000 ടു ബാങ്ക് അക്കൗണ്ട് 38,000 ടു ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് 14,000. ലാസ്റ്റ് എൻട്രി റോയൽറ്റിയെ പ്രൊട്ടക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊട്ടക്ഷൻ അക്കൗണ്ട് ഡെറ്റർ 52,000 ടു റോയൽറ്റി അക്കൗണ്ട് 52,000. പ്രൊട്ടക്ഷൻ അക്കൗണ്ട് ഡെറ്റർ 52,000 ടു റോയൽറ്റി അക്കൗണ്ട് 52,000. ലെഡ്ജർ അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ജനറൽ മിനറൽസ് അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ജനറൽ മിനറൽസ് ലിമിറ്റഡ്. ലെസിയുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകും. ഇവിടെ വേണ്ട അക്കൗണ്ടുകൾ മിനിമം റെന്റ് അക്കൗണ്ട്, റോയൽറ്റി അക്കൗണ്ട്, ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട്, ധൻരാജ് അക്കൗണ്ട്. 4 അക്കൗണ്ടുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആദ്യം മിനിമം റെന്റ് അക്കൗണ്ട് നോക്കാം. മിനിമം റെന്റ് വരുന്ന ഫീസ്, അതായത് ഷോർട്ട് വർക്കിങ്സ് വരുന്ന ഇയറുകൾ ഏതൊക്കെയാണോ ആ വർഷങ്ങളിൽ മാത്രമായിരിക്കും മിനിമം റെന്റ് അക്കൗണ്ടിൽ എൻട്രീസ് വരിക, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് എൻട്രീസ് വരുന്ന ഓർഡറിൽ തന്നെ പോസ്റ്റിംഗ് ചെയ്യാം. അതാകുമ്പോൾ പോസ്റ്റിംഗ് എൻട്രീസ് ഒക്കെ മിസ്സാവാനുള്ള സാധ്യതകൾ കുറവാണ്. ഫസ്റ്റ് 2011 ഡിസംബർ 31 ആണ് മിനിമം റെന്റ് അക്കൗണ്ട് എൻട്രി വരുന്നുണ്ട്. മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് ടു ധൻരാജ് മിനിമം റെന്റ് ഡ്യൂ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ആദ്യം വരുന്നത്. മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് ടു ധൻരാജ് അക്കൗണ്ട്. മിനിമം റെന്റിൽ ടു ധൻരാജ് അക്കൗണ്ട് 2011 ഡിസംബർ 31.
എമൗണ്ട് വരുന്നത് 30,000 ആണ്. ധൻരാജിന്റെ അക്കൗണ്ടിലും സെയിം എൻട്രി തന്നെ വരും. ബൈ മിനിമം റെന്റ്, ബൈ മിനിമം റെന്റ് അക്കൗണ്ട്. എമൗണ്ട് 30,000 ആണ്. ഡേറ്റ് 2011 ഡിസംബർ 31. ഇനി സെക്കൻഡ് എൻട്രി, നമ്മൾ മിനിമം റെന്റിനെ റോയൽറ്റി എന്നും ഷോർട്ട് വർക്കിംഗ് എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റർ, ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് അറ്റർ ടു മിനിമം റെന്റ് എന്നാണ് എൻട്രി. മിനിമം റെന്റ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി, ബൈ റോയൽറ്റി അക്കൗണ്ട്, ബൈ ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട്. രണ്ട് പോസ്റ്റിംഗ് ആണ് വരുന്നത്. ബൈ റോയൽറ്റി അക്കൗണ്ട്, ബൈ ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട്. എമൗണ്ട് റോയൽറ്റിയുടെ കോളത്തിൽ 18,000, ഷോർട്ട് വർക്കിംഗിന്റെ നേരെ 12,000. സെയിം എൻട്രിയുടെ പോസ്റ്റിംഗ് ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ടിലും അതുപോലെ തന്നെ റോയൽറ്റി അക്കൗണ്ടിലും വരും. റോയൽറ്റി അക്കൗണ്ടിൽ ടു മിനിമം റെന്റ് അക്കൗണ്ട്, ടു മിനിമം റെന്റ് അക്കൗണ്ട് 18,000 ആണ് എമൗണ്ട്. 2011 ഡിസംബർ 31 ഡേറ്റ്. അതുപോലെ തന്നെ ഷോർട്ട് വർക്കിംഗിന്റെ അക്കൗണ്ടിൽ ടു മിനിമം റെന്റ് എന്ന പോസ്റ്റിംഗ് വരും. എമൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഷോർട്ട് വർക്കിംഗിന്റെ അക്കൗണ്ടിൽ ഷോർട്ട് വർക്കിംഗിന്റെ എമൗണ്ട് ആയിട്ടുള്ള 12,000 മാത്രമേ കൊടുക്കാവൂ. നെക്സ്റ്റ് തേർഡ് എൻട്രി മിനിമം റെന്റ് പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. ധൻരാജ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് എൻട്രി വരുന്നത്. ധൻരാജ് അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പോസ്റ്റിംഗ് വരും. ടു ബാങ്ക് അക്കൗണ്ട്, എമൗണ്ട് 30,000. നെക്സ്റ്റ് റോയൽറ്റിയെ നമ്മൾ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട്, ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട്. എമൗണ്ട് 18,000 ആണ്. ഫസ്റ്റ് ഇയറിലെ എൻട്രീസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. മിനിമം റെന്റ് അക്കൗണ്ടിൽ രണ്ട് സൈഡും ഒരേപോലെ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും 30,000 ആണ് വന്നിരിക്കുന്നത്. ക്ലോസ് ചെയ്യുക. റോയൽറ്റി അക്കൗണ്ടിലും അതുപോലെ തന്നെ രണ്ട് സൈഡും ഈക്വൽ ആണ്. 18,000 ആണ് എമൗണ്ട്. ടോട്ടൽ ചെയ്യുക. അതുപോലെ തന്നെ ധൻരാജിന്റെ അക്കൗണ്ടിലും രണ്ട് സൈഡും ഈക്വൽ ആണ്. 30,000 ആണ് എമൗണ്ട്. ക്ലോസ് ചെയ്യുക. ഷോർട്ട് വർക്കിംഗ്സിന്റെ അക്കൗണ്ടിൽ മാത്രം ബാലൻസ് വരുന്നുണ്ട്. 2011 ഡിസംബർ 31 ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട്. നമ്മൾ ബാലൻസ് എന്ത് ചെയ്യുകയാണ്, നെക്സ്റ്റ് ഇയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോവുകയാണ്. 12,000 ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുക. ബാലൻസ് ബ്രോ ഡൗൺ 12,000 തന്നെ ബ്രോ ഡൗൺ ചെയ്യുക. 2012 ഡിസംബർ 31 ബ്രോ ഡൗൺ ആവുന്നത്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് കിടക്കാം. സെക്കൻഡ് ഇയറിൽ സെയിം എൻട്രീസ് ഒക്കെ തന്നെയാണ് വരുന്നത്. മിനിമം റെന്റ് ഡ്യൂ ആകുന്ന എൻട്രി മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് ടു ധൻരാജ്. മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് ടു ധൻരാജ്, ടു ധൻരാജ് എന്ന് പോസ്റ്റിംഗ് വരും. 2012 ഡിസംബർ 31.
എമൗണ്ട് 30,000 തന്നെയാണ്. ധൻരാജിന്റെ അക്കൗണ്ടിൽ ബൈ മിനിമം റെന്റ് ഡേറ്റ് 2012 ഡിസംബർ 31. എമൗണ്ട് വരുന്നത് 30,000 ആണ്. സെക്കൻഡ് എൻട്രി റോയൽറ്റിയും ഷോർട്ട് വർക്കിങ്ങിനെയും സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് അറ്റ് ടു മിനിമം റെന്റ്. മിനിമം റെന്റ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി ബൈ ഷോർട്ട് വർക്കിംഗ്. എമൗണ്ട് റോയൽറ്റിയുടെ എമൗണ്ട് 24,000 ആണ്. ഷോർട്ട് വർക്കിംഗ്സിന്റെ എമൗണ്ട് 6,000 ആണ്. ഇനി റോയൽറ്റി അക്കൗണ്ടിൽ ടു മിനിമം റെന്റ് അക്കൗണ്ട് എമൗണ്ട് 24,000 ആണ്. ഷോർട്ട് വർക്കിംഗ്സിന്റെ അക്കൗണ്ടിൽ ടു മിനിമം റെന്റ് അക്കൗണ്ട് അക്കൗണ്ട് 6,000. നെക്സ്റ്റ് റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന അല്ലെങ്കിൽ മിനിമം റെന്റ്, ഇവിടെ മിനിമം റെന്റാണ് പേയ്മെന്റ് നടത്തുന്നത്. മിനിമം റെന്റ് പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ് ധൻരാജ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ധൻരാജിന്റെ അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട്. പേയ്മെന്റ് നടത്തുന്നത് 30,000 ആണ്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ് പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എമൗണ്ട് 24,000 ആണ്. നമ്മുടെ 2012 എല്ലാ എൻട്രീസും കംപ്ലീറ്റ് ആയി. നമുക്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. മിനിമം റെന്റ് അക്കൗണ്ടിൽ രണ്ട് സൈഡും ഈക്വലാണ്. മിനിമം റെന്റ് അക്കൗണ്ടിൽ രണ്ട് സൈഡിലും 30,000 ആണ് എമൗണ്ട് വരുന്നത്. റോയൽറ്റി അക്കൗണ്ടിലും രണ്ട് സൈഡ് ഈക്വലാണ്, 24,000 ആണ്. രണ്ട് സൈഡും ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ബാലൻസ് വരുന്നുണ്ട്. ഇവിടെ ടോട്ടൽ 12,000 പ്ലസ് 6,000 18,000 ആയി. നമ്മൾ അനാലിസിസ് ടേബിളിനകത്ത് ബാലൻസ് ക്യാരി ഫോർവേഡ് ആയിട്ട് കിട്ടുന്ന എമൗണ്ടാണ് ഇവിടെയും വരുന്നത്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 18,000. നെക്സ്റ്റ് ഇയറിലേക്ക് റോൾ ഓൺ ചെയ്യുക. ടു ബാലൻസ് ബ്രോ ഡൗൺ എമൗണ്ട് 18,000. ഇനി ധൻരാജിന്റെ അക്കൗണ്ടിൽ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വലാണ്, 30,000 അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് 2013 സെയിം എൻട്രീസ് ഒക്കെ തന്നെയാണ് വരുന്നത്. മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് ടു ധൻരാജ് അക്കൗണ്ട്. മിനിമം റെന്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ് എമൗണ്ട് 30,000. ധൻരാജിന്റെ അക്കൗണ്ടിൽ ബൈ മിനിമം റെന്റ് അക്കൗണ്ട് എമൗണ്ട് 30,000 ആണ്.
നെക്സ്റ്റ് റോയൽറ്റിയും ഷോർട്ട് വർക്കിങ്ങിനെയും സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയാണ് റോയൽറ്റി അക്കൗണ്ട് അറ്റ് ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് അറ്റ് ടു മിനിമലന്റ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി അക്കൗണ്ട് ബൈ ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട്. റോയൽറ്റിയുടെ എമൗണ്ട് 28,000 ആണ്. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ വരുന്നത് 2,000 ആണ്. നെക്സ്റ്റ് സെയിം എൻട്രി തന്നെ റോയൽറ്റി അക്കൗണ്ടിലും ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. റോയൽറ്റി അക്കൗണ്ടിൽ ടു മിനിമലന്റ് അക്കൗണ്ട് എമൗണ്ട് 28,000. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ടു മിനിമലന്റ് അക്കൗണ്ട് ഷോർട്ട് വർക്കിംഗ്സിന്റെ അക്കൗണ്ടിൽ സെയിം എമൗണ്ട് എടുത്ത് എഴുതുക. 2,000 ആണ്. നെക്സ്റ്റ് എമൗണ്ട് പെയ്ഡ് ടു ധൻരാജിന് എമൗണ്ട് പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ് ധൻരാജ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് 30,000 ആണ്. നെക്സ്റ്റ് റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ് പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എമൗണ്ട് 28,000 ആണ്. എല്ലാ എൻട്രീസും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. മിനിമലന്റ് അക്കൗണ്ടിൽ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. 30,000 ആണ് വരുന്നത്. മിനിമലന്റ് അക്കൗണ്ടിൽ ബാലൻസ് വരാറില്ല. അതുപോലെ തന്നെ റോയൽറ്റി അക്കൗണ്ടിലും ബാലൻസ് ഇല്ല. രണ്ട് സൈഡിലും എമൗണ്ട് 28,000 ആണ്. ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിലെ ബാലൻസ് വരും. ബൈ ബാലൻസ് ക്യാരി ഡൗൺ നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുക. നെക്സ്റ്റ് ധൻരാജ് അക്കൗണ്ടിലും രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. രണ്ട് സൈഡിലും എമൗണ്ട് എടുത്തെഴുതി ക്ലോസ് ചെയ്യുക. 30,000 ആണ് എമൗണ്ട്. നെക്സ്റ്റ് 2014 മിനിമലന്റ് വരുന്നില്ല. ഇവിടെ റോയൽറ്റിയാണ് കൂടുതൽ വരുന്നത്. 2014 ഫസ്റ്റ് എൻട്രി ആക്ച്വൽ റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയാണ് റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു ധൻരാജ്. റോയൽറ്റി അക്കൗണ്ടിൽ ടു ധൻരാജ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു ധൻരാജ് എമൗണ്ട് 36,000 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, മിനിമലന്റ് ഉള്ള കേസിലൊക്കെ റോയൽറ്റി അക്കൗണ്ടിൽ ടു മിനിമലന്റ് എന്നാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ മിനിമലന്റിനേക്കാൾ കൂടുതൽ റോയൽറ്റി വരുന്ന ഇയറുണ്ട്. ഡെബിറ്റ് സൈഡിൽ ലെസറുടെ പേരായിരിക്കും വരുന്നത്. ഇനി ധൻരാജിന്റെ അക്കൗണ്ടിൽ ബൈ റോയൽറ്റി അക്കൗണ്ട് എമൗണ്ട് 36,000. നെക്സ്റ്റ് എൻട്രി ലെസർക്ക് പേയ്മെന്റ് നടത്തുകയും അതുപോലെ തന്നെ ഷോർട്ട് വർക്കിംഗ്സ് റിക്കവർ ചെയ്യുകയും ചെയ്യുന്ന എൻട്രിയാണ് ധൻരാജ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ടു ഷോർട്ട് വർക്കിംഗ്സ്. ധൻരാജ് അക്കൗണ്ട് അറ്റ്
36,000, ടു ബാങ്ക് അക്കൗണ്ട് 30,000, ടു ഷോർട്ട് വർക്കിംഗ്സ് 6,000. നമുക്ക് 6,000 റിക്കവർ ചെയ്യുന്ന അനാലിസിസ് ടേബിളിൽ നിന്ന് കാണാവുന്നതാണ്. ദെൻ അക്കൗണ്ടിൽ ടു ബാങ്ക് പേയ്മെന്റ് നടത്തുന്ന എമൗണ്ട് 30,000 ആണ്. ആ എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 30,000. ടു ഷോർട്ട് വർക്കിംഗ്സ് റിക്കവർ ചെയ്യുന്ന എമൗണ്ട് ആണ്. ടു ഷോർട്ട് വർക്കിംഗ്സ് എമൗണ്ട് 6,000 ആണ്. നെക്സ്റ്റ് നമ്മൾ സെയിം എൻട്രി തന്നെ ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ കൊടുക്കണം. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ബൈ ധൻരാജ് 6,000. ഇനി നെക്സ്റ്റ് എൻട്രി റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എമൗണ്ട് 36,000 ആണ്. ഇനി നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. ഇനി പറയുന്ന അക്കൗണ്ടിൽ എൻട്രീസ് ഒന്നും വന്നിട്ടില്ല. റോയൽറ്റി അക്കൗണ്ടിൽ രണ്ട് സൈഡ് വീക്കിലാണ്. 36,000 ആണ്. ആക്ച്വൽ റോയൽറ്റി എത്രയാണോ ഓരോ വർഷവും വരുന്നത് അതാണ് നമ്മൾ റോയൽറ്റി അക്കൗണ്ടിൽ കൊടുക്കുന്നത്. ഇവിടെ ഷോർട്ട് വർക്കിംഗ്സ് കുറഞ്ഞുള്ള എമൗണ്ട് ആണ് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഷോർട്ട് വർക്കിംഗ്സ് ഇല്ലാത്തത് കൊണ്ട് ആക്ച്വൽ റോയൽറ്റി എമൗണ്ട് വരുന്നു. ഇനി ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ 20,000 ആണ് ടോട്ടല്. ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട് റീകൂപ്പ് ചെയ്തതിന് ശേഷം ഉള്ള ബാലൻസ് 14,000 ആണ്. ടു ബാലൻസ് ഡ്രോ ഡൗൺ 2015 ഡ്രോ ഡൗൺ ചെയ്യുക. 14,000 ആണ്. ധൻരാജ് അക്കൗണ്ടിൽ രണ്ട് സൈഡ് വീക്കിലാണ്. 36,000 ആണ് വരുന്നത്. നെക്സ്റ്റ് 2015 എൻട്രീസ് ആണ്. റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ് ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത്. റോയൽറ്റി അക്കൗണ്ട് ടു ധൻരാജ്, റോയൽറ്റി അക്കൗണ്ടിൽ ടു ധൻരാജ് അക്കൗണ്ട്, റോയൽറ്റി അക്കൗണ്ടിൽ ടു ധൻരാജ് അക്കൗണ്ട്. എമൗണ്ട് 52,000 ആണ് റോയൽറ്റി വരുന്നത്. 52,000 ധൻരാജിന്റെ അക്കൗണ്ടിൽ ബൈ റോയൽറ്റി അക്കൗണ്ട്. എമൗണ്ട് 52,000 ആണ്. നെക്സ്റ്റ് എൻട്രി എമൗണ്ട് പേയ്മെന്റ് നടത്തുന്നത് അതുപോലെ തന്നെ റോയൽറ്റി റിക്കവർ ചെയ്യുന്ന എൻട്രിയാണ്. ധൻരാജ് അക്കൗണ്ട് ടു ബാങ്ക്, ടു ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട്. ബാങ്ക് 38,000 ആണ് പേയ്മെന്റ് നടത്തുന്നത്. ഷോർട്ട് വർക്കിംഗ്സ് റിക്കവർ ചെയ്യുന്നത് 14,000 ആണ്. ധൻരാജിന്റെ അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട് 38,000. ടു ഷോർട്ട് വർക്കിംഗ്സ് ഉദ്ദേശിക്കുന്നത് റിക്കവർ ചെയ്യുന്നതാണ്. 14,000. ഇനി ഷോർട്ട് വർക്കിംഗ്സിന്റെ അക്കൗണ്ടിൽ സെയിം എൻട്രി തന്നെ റെക്കോർഡ് ചെയ്യണം. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ബൈ ധൻരാജ് 14,000 ആണ്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് റോയൽറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി, റോയൽറ്റി അക്കൗണ്ടിൽ
ബൈ പ്രൊഡക്ഷൻ. ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് 52,000 ആണ്. ഇനി അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം. ഇവരുടെ അക്കൗണ്ടിൽ എൻട്രീസ് ഇല്ല. റോയൽറ്റി അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വലാണ്. 52,000 ആണ് വരുന്നത്. ഷോർട്ട് റണ്ണിങ്സ് അക്കൗണ്ടിൽ രണ്ട് സൈഡും ഈക്വലാണ്. 14,000 ആണ് വന്നിരിക്കുന്നത്. ബജാജിന്റെ അക്കൗണ്ടിൽ രണ്ട് സൈഡ് ഈക്വലാണ്. 52,000 ആണ് എമൗണ്ട് വന്നിരിക്കുന്നത്. ലെസിയുടെ ബുക്കിലെ അക്കൗണ്ടുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ജനറൽ മിനറൽസ് ലിമിറ്റഡ്. ലെസിയുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ട്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് അക്കൗണ്ട് മിനിമറൻ്റ് അക്കൗണ്ട്. ആദ്യത്തെ 3 വർഷങ്ങളിലാണ് മിനിമറൻ്റ് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 വർഷങ്ങളിൽ മാത്രമാണ് മിനിമറൻ്റ് അക്കൗണ്ടിൽ എൻട്രീസ് വരുന്നത്. 2011 ഡിസംബർ 31 മിനിമറൻ്റ് അക്കൗണ്ട് അറ്റഡ് ടു ധൻരാജ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. മിനിമറൻ്റ് ഡ്യൂ ആകുന്ന എൻട്രിയാണ്. മിനിമറൻ്റ് അക്കൗണ്ടിൽ ടു ധൻരാജ് അക്കൗണ്ട് എന്ന് പോസ്റ്റിംഗ് വന്നിരിക്കുന്നു. എമൗണ്ട് 30,000. സെക്കൻഡ് എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ട് അറ്റർ 18,000, ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് അറ്റർ 12,000, ടു മിനിമറൻ്റ് അക്കൗണ്ട് 30,000. മിനിമറൻറ്റിനെ റോയൽറ്റി ആയിട്ടും ഷോർട്ട് വർക്കിംഗ്സ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. ബൈ റോയൽറ്റി അക്കൗണ്ട് 18,000, ബൈ ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് 12,000. രണ്ട് സൈഡും ഈക്വലാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഒന്നുമില്ല. 2012 മിനിമറൻ്റ് ഡ്യൂ ആകുന്ന എൻട്രി മിനിമറൻ്റ് അക്കൗണ്ട് അറ്റർ 30,000 ടു ധൻരാജ് 30,000. ഡെബിറ്റ് സൈഡിൽ ആ എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ മിനിമറൻ്റ് റോയൽറ്റി ആയിട്ടും ഷോർട്ട് വർക്കിംഗ്സ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റർ 24,000, ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് അറ്റർ 6,000, ടു മിനിമറൻ്റ് അക്കൗണ്ട് 30,000 എന്നായിരുന്നു എൻട്രി. മിനിമറൻ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ റോയൽറ്റി അക്കൗണ്ട് 24,000, ബൈ ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് 6,000 എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. രണ്ട് സൈഡിലും എമൗണ്ട് ടോട്ടൽ ഈക്വലാണ്. 2013 സെയിം എൻട്രി തന്നെയാണ് വരുന്നത്. മിനിമറൻ്റ് ഡ്യൂ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് മിനിമറൻ്റ് അക്കൗണ്ട് അറ്റർ 30,000, ടു ധൻരാജ് അക്കൗണ്ട് 30,000. മിനിമറൻ്റ് ഡ്യൂ ആകുന്ന എൻട്രിയാണ്. മിനിമറൻ്റ് അക്കൗണ്ടിൽ ടു ധൻരാജ് അക്കൗണ്ട് എന്ന പോസ്റ്റിംഗ് വന്നിരിക്കുന്നു. സെക്കൻഡ് എൻട്രി റോയൽറ്റി അക്കൗണ്ട് അറ്റർ 28,000, ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് അറ്റർ 2,000, ടു മിനിമറൻ്റ് അക്കൗണ്ട് 30,000. മിനിമറൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയാണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ റോയൽറ്റി എന്നും ബൈ ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് എന്നും പോസ്റ്റിംഗ് വന്നിരിക്കുന്നു. നെക്സ്റ്റ് അക്കൗണ്ട് റോയൽറ്റി അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിൽ ടു മിനിമറൻ്റ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. റോയൽറ്റിയും ഷോർട്ട് വർക്കിംഗ്സിനെയും സ്പ്ലിറ്റ് ചെയ്യുന്ന സെക്കൻഡ് എൻട്രി റോയൽറ്റി അക്കൗണ്ട് അറ്റർ 18,000, ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് അറ്റർ 12,000, ടു മിനിമറൻ്റ് അക്കൗണ്ട് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യത്തെ വർഷം 2011 റോയൽറ്റി വരുന്നത് 18,000 ആണ്. സെക്കൻഡ് ഇയറിൽ 24,000 ആണ്. തേർഡ് ഇയറിൽ 28,000 ആണ്. ആദ്യത്തെ 3 വർഷങ്ങളിലും ലെസർക്ക് മിനിമറൻ്റ് എമൗണ്ട് ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ 3 വർഷങ്ങളിലും ടു മിനിമറൻ്റ് അക്കൗണ്ട് എന്ന് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. എന്നാൽ
അവസാനത്തെ 2 വർഷങ്ങളിൽ 2014-ലും 2015-ലും റോയൽറ്റി അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു ധൻരാജ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ലെസറയാണ് ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റോയൽറ്റി മിനിമം റെൻറ്റിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റോയൽറ്റിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. റോയൽറ്റി അക്കൗണ്ട് അറ്റർ ടു ധൻരാജ് അക്കൗണ്ട് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. 2014-ൽ റോയൽറ്റി ഡ്യൂ ആവുന്നത് 36,000 ആണ്. 2015-ൽ റോയൽറ്റി ഡ്യൂ ആവുന്നത് 52,000 ആണ്. റോയൽറ്റി അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇയറിലും ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി എന്നാണ് എൻട്രി വരുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ എല്ലാ വർഷവും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ഈക്വലാണ്. ബാലൻസ് ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് അക്കൗണ്ട് ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട്. ടൂ 2011-ൽ ഷോർട്ട് വർക്കിംഗ്സിൻ്റെ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു മിനിമം റെൻ്റ് അക്കൗണ്ട് എന്ന് പോസ്റ്റിംഗ് വന്നിരിക്കുന്നു. റോയൽറ്റി അക്കൗണ്ട് അറ്റർ 18,000, ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് അറ്റർ 12,000, ടു മിനിമം റെൻ്റ് അക്കൗണ്ട് 30,000. ഈ എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. 2011-ൽ മറ്റ് എൻട്രീസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ, എമൗണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് 2012-ലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ടു ബാലൻസ് ബ്രോ ഡൗൺ 12,000. 2012-ൽ 6,000 ഷോർട്ട് വർക്കിംഗ്സ് വരുന്നുണ്ട്. റോയൽറ്റി അക്കൗണ്ട് അറ്റർ 24,000, ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് അറ്റർ 6,000, ടു മിനിമം റെൻ്റ് അക്കൗണ്ട് 30,000 എന്നായിരുന്നു എൻട്രി. 2012-ൽ ഷോർട്ട് വർക്കിംഗ്സ് വരുന്നത് 6,000 ആണ്. ടോട്ടൽ 18,000 ആയി അന്നേരത്തേക്കും ഷോർട്ട് വർക്കിംഗ്സിൻ്റെ എമൗണ്ട്. 2013-ലേക്ക് ബ്രോ ഡൗൺ ചെയ്തിരിക്കുന്നു. 2013-ൽ ഷോർട്ട് വർക്കിംഗ്സ് വരുന്നത് 2,000 ആണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റർ 28,000, ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് അറ്റർ 2,000, ടു മിനിമം റെൻ്റ് അക്കൗണ്ട് 30,000 എന്നായിരുന്നു എൻട്രി. ടു മിനിമം റെൻ്റ് അക്കൗണ്ട് 2,000 വന്നിട്ടുണ്ട്. 2013-ലെ ഷോർട്ട് വർക്കിംഗ്സ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ. നിലവിൽ ഷോർട്ട് വർക്കിംഗ്സിൻ്റെ ടോട്ടൽ 20,000 ആയി. സെയിം എമൗണ്ട് 2014-ലേക്ക് ബ്രോ ഡൗൺ ചെയ്തിരിക്കുന്നു. 2014-ൽ പുതിയതായിട്ട് ഷോർട്ട് വർക്കിംഗ്സ് ഒന്നും വരുന്നില്ല. 2014-ൽ റോയൽറ്റി മിനിമം റെൻറ്റിനേക്കാൾ കൂടുതലാണ്. ആ ഇയറിൽ ഷോർട്ട് വർക്കിംഗ്സ് റീകൂപ്പ് ചെയ്യുന്നുണ്ട്. 6,000 ആണ് റീകൂപ്പ് ചെയ്യുന്ന എമൗണ്ട്. ധൻരാജ് അക്കൗണ്ട് അറ്റർ 36,000, ടു ബാങ്ക് അക്കൗണ്ട് 30,000, ടു ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് 6,000 എന്നായിരുന്നു എൻട്രി. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ബൈ ധൻരാജ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. റീകൂപ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ബാലൻസ് 14,000 ആണ് ഇനിയുള്ളത്. 20,000-ൽ നിന്ന് 6,000 റീകൂപ്പ് ചെയ്തു. ഇനിയുള്ള ബാലൻസ് 14,000 ആണ്. 2015-ലേക്ക് ബ്രോ ഡൗൺ ചെയ്തിരിക്കുന്നു. 2015-ൽ 14,000 ആണ് ഷോർട്ട് വർക്കിംഗ്സ് റീകൂപ്പ് ചെയ്യുന്നത്.
ധൻരാജ് അക്കൗണ്ട് ഡെറ്റർ 52,000, ടു ബാങ്ക് 38,000, ടു ഷോർട്ട് റണ്ണിങ്സ് അക്കൗണ്ട് 14,000 എന്നായിരുന്നു എൻട്രി. ഷോർട്ട് റണ്ണിങ്സ് അക്കൗണ്ടിൽ ബൈ ധൻരാജ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. 14,000 ആയിരുന്നു റീകൂപ്പ് ചെയ്ത എമൗണ്ട്. ഷോർട്ട് റണ്ണിങ്സ് അക്കൗണ്ടിൽ ഇത്രയും എൻട്രീസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഒന്നുമില്ല. നെക്സ്റ്റ് അക്കൗണ്ട് ധൻരാജ് അക്കൗണ്ട്. ധൻരാജ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ 2011 ബൈ മിനിമം റെന്റ് അക്കൗണ്ട്. മിനിമം റെന്റ് ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് ടു ധൻരാജ് എന്നായിരുന്നു എൻട്രി. ധൻരാജ് അക്കൗണ്ടിൽ ബൈ മിനിമം റെന്റ് അക്കൗണ്ട് എന്ന് പോസ്റ്റിംഗ് വരുന്നു. ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. മിനിമം റെന്റ് പേയ്മെന്റ് നടത്തുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. ധൻരാജ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നായിരുന്നു എൻട്രി. 30,000 ആണ് പേയ്മെന്റ് നടത്തുന്നത്. രണ്ട് സൈഡും എമൗണ്ട് ഈക്വൽ ആവുന്നു. 2012 മിനിമം റെന്റ് ആണ് ഡ്യൂ ആവുന്നത്. മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് ടു ധൻരാജ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. എമൗണ്ട് 30,000. ധൻരാജിന്റെ അക്കൗണ്ടിൽ ബൈ മിനിമം റെന്റ് അക്കൗണ്ട് എന്ന് പോസ്റ്റിംഗ് വരുന്നു. പേയ്മെന്റ് നടത്തുന്നു. ധൻരാജ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് എൻട്രി. ധൻരാജ് അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട് എന്ന ഡെബിറ്റ് സൈഡിൽ വരുന്നു. രണ്ട് സൈഡും എമൗണ്ട് ഈക്വൽ ആവുന്നു. 2013 സെയിം അതുപോലെ തന്നെ മിനിമം റെന്റ് ഡ്യൂ ആവുന്ന എൻട്രി ബൈ മിനിമം റെന്റ് അക്കൗണ്ട്. മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് ടു ധൻരാജ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. പേയ്മെന്റ് നടത്തുന്ന എൻട്രി ധൻരാജ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് എൻട്രി. എമൗണ്ട് 30,000. ധൻരാജ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് അക്കൗണ്ട് എന്ന പോസ്റ്റിംഗ് വരുന്നു. രണ്ട് സൈഡും ഈക്വൽ ആവുന്നു. 2014 ആക്ച്വൽ റോയൽറ്റി പേയബിൾ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു ധൻരാജ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. റോയൽറ്റി അക്കൗണ്ട് അറ്റ് 36,000, ടു ധൻരാജ് അക്കൗണ്ട് 36,000 എന്നായിരുന്നു എൻട്രി. ധൻരാജിന്റെ അക്കൗണ്ടിൽ ബൈ റോയൽറ്റി അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 36,000. ഡെബിറ്റ് സൈഡിൽ ധൻരാജ് അക്കൗണ്ട് അറ്റ് 36,000, ടു ബാങ്ക് അക്കൗണ്ട് 30,000, ടു ഷോർട്ട് റണ്ണിങ്സ് അക്കൗണ്ട് 6,000 എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. ഈ 36,000 പേയ്മെന്റ് നടത്തിയ 30,000 ഡെബിറ്റ് ചെയ്തിരിക്കുന്നു ടു ബാങ്ക് അക്കൗണ്ട്. ടു ഷോർട്ട് റണ്ണിങ്സ് അക്കൗണ്ട് സൂചിപ്പിക്കുന്നത് ഷോർട്ട് റണ്ണിങ്സ് റീകൂപ്പ് ചെയ്ത് തന്നെയാണ്. അങ്ങനെ രണ്ട് സൈഡും ഈക്വലായി 36,000 വരുന്നു. 2015 റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രി റോയൽറ്റി അക്കൗണ്ട് അറ്റ് 52,000, ടു ധൻരാജ് അക്കൗണ്ട് 52,000. ധൻരാജിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ റോയൽറ്റി അക്കൗണ്ട് എന്ന പോസ്റ്റിംഗ് വരുന്നു. 52,000 രണ്ട് ഭാഗങ്ങളാണ് വരുന്നത്. പേയ്മെന്റ് നടത്തുന്ന എമൗണ്ട് അതുപോലെ തന്നെ ഷോർട്ട് റണ്ണിങ്സ് റീകൂപ്പ് ചെയ്യുന്ന എമൗണ്ട്. ധൻരാജ് അക്കൗണ്ട് അറ്റ് 52,000, ടു ബാങ്ക് അക്കൗണ്ട് 38,000, ടു ഷോർട്ട് റണ്ണിങ്സ് അക്കൗണ്ട് 14,000 എന്നായിരുന്നു എൻട്രി. ധൻരാജ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് അക്കൗണ്ട് 38,000, ടു ഷോർട്ട് റണ്ണിങ്സ് അക്കൗണ്ട് 14,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. നെക്സ്റ്റ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ധൻരാജ്. ലെസ്റ്ററുടെ ബുക്കിലെ ജേണൽ എൻട്രീസ് ആണ് ഇനി നോക്കാനായിട്ടുള്ളത്. 2011 ഡിസംബർ 31 മിനിമം റെന്റ് റിസീവബിൾ ആകുന്ന എൻട്രി ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 30,000, ടു റോയൽറ്റി റിസീവബിൾ 18,000, ടു റോയൽറ്റി സസ്പെൻസ് 12,000
ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 30,000. മിനിമറിൻ്റെ എമൗണ്ടാണ് ഇവിടെ കിട്ടാനായിട്ട് ഉള്ളത്. ടു റോയൽറ്റി റിസീവബിൾ, ആക്ച്വൽ റോയൽറ്റിയാണ് ഇവിടെ വരുന്ന എമൗണ്ട് 18,000 ആണ്. ടു റോയൽറ്റി സസ്പെൻസ്, ഷോർട്ട് വർക്കിങ്സിൻ്റെ എമൗണ്ടാണ് ഇവിടെ വരുന്നത് 12,000. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എമൗണ്ടുകളൊക്കെ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് ക്യാഷ് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ മിനറൽസ് അക്കൗണ്ട് എമൗണ്ട് 30,000 ആണ്. നെക്സ്റ്റ് റോയൽറ്റിയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. ലെസറെ സംബന്ധിച്ചിടത്തോളം റോയൽറ്റി ഇൻകമാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റമാണ്. ഇവിടെ റോയൽറ്റിയെ സൂചിപ്പിക്കുന്ന അക്കൗണ്ട് റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടാണ്. എമൗണ്ട് 18,000 ആണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 18,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 18,000 എന്നാണ് എൻട്രി. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 18,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 18,000. എൻട്രീസ് എല്ലാ വർഷവും സെയിമാണ്. 2012 റോയൽറ്റി റിസീവബിൾ, മിനിമറൻ്റ് റിസീവബിൾ ആകുന്ന എൻട്രി. ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു റോയൽറ്റി റിസീവബിൾ 24,000 ടു റോയൽറ്റി സസ്പെൻസ് 6,000. ജനറൽ മിനറൽസ് ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് വരുന്നത് 30,000 മിനിമറിൻ്റെ എമൗണ്ടാണ്. അതിൽ ആക്ച്വൽ റോയൽറ്റി റിസീവബിൾ ആയിട്ട് കാണിക്കുന്നു. ഷോർട്ട് വർക്കിങ്സിനെ റോയൽറ്റി സസ്പെൻസ് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. നെക്സ്റ്റ് ക്യാഷ് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് 30,000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് റോയൽറ്റി പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 24,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 24,000. 2013 സെയിം എൻട്രീസ് തന്നെ. ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 30,000 മിനിമറിൻ്റെ എമൗണ്ടാണ്. ടു റോയൽറ്റി റിസീവബിൾ 28,000 ആക്ച്വൽ റോയൽറ്റിയാണ്. ടു റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് 2,000 ഷോർട്ട് വർക്കിങ്സിൻ്റെ എമൗണ്ടാണ്. എൻട്രി ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു റോയൽറ്റി റിസീവബിൾ 28,000 ടു റോയൽറ്റി സസ്പെൻസ് 2,000. നെക്സ്റ്റ് എൻട്രി ക്യാഷ് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് 30,000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് റോയൽറ്റി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 28,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 28,000. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 28,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 28,000. നെക്സ്റ്റ് 2014 ഇവിടെ മിനിമറൻ്റ് അല്ല, ആക്ച്വൽ റോയൽറ്റിയാണ് എമൗണ്ട് വരുന്നത്. തൊട്ട് മുമ്പുള്ള കേസിലൊക്കെ മിനിമറൻ്റ് ആയിരുന്നു പേബിൾ ആകുന്നത് അല്ലെ റിസീവബിൾ ആകുന്നത്. എന്നാൽ ഇവിടെ എമൗണ്ട് ഓഫ് ആക്ച്വൽ റോയൽറ്റിയാണ് റിസീവബിൾ ആകുന്നത്. ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 36,000 ടു റോയൽറ്റി റിസീവബിൾ 36,000. എൻട്രി സെയിം ആണ്, എമൗണ്ട് മാത്രമേ മാറുന്നുള്ളൂ. നെക്സ്റ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു റോയൽറ്റി സസ്പെൻസ് 6,000 ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് 36,000. ഇവിടെ 36,000 നിന്ന് രണ്ട് ഭാഗങ്ങളായിട്ട് മാറുകയാണ് എമൗണ്ട്. 30,000 ക്യാഷായിട്ട് കിട്ടുന്നത്. 6,000 ഷോർട്ട് വർക്കിങ്സ് റിക്കവർ ചെയ്ത് പോവുകയാണ്. 36,000 കിട്ടാനുള്ളതിൽ നിന്ന് 6,000 ഷോർട്ട് വർക്കിങ്സ് റിക്കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് കിട്ടുന്നില്ല, 30,000 കിട്ടുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 30,000 റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് 6,000 ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് 36,000. റോയൽറ്റി സസ്പെൻസിനെ ക്രെഡിറ്റ് വരുമ്പോൾ സൂചിപ്പിക്കുന്നത് ഷോർട്ട് വർക്കിങ്സ് റിക്കൂപ്പ് ചെയ്യുന്നതാണ്. റോയൽറ്റിയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് എൻട്രി. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 36,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 36,000. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 36,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 36,000.
നെക്സ്റ്റ് 2015 ആക്ച്വൽ റോയൽറ്റി റിസീവബിൾ ആവുന്ന എൻട്രിയാണ് ആദ്യം വരുന്നത്. ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 52,000 ടു റോയൽറ്റി റിസീവബിൾ 52,000. ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 52,000 ടു റോയൽറ്റി റിസീവബിൾ 52,000. 52,000 ആണ് ആക്ച്വൽ റോയൽറ്റി വരുന്നത്. അതിൽ നിന്ന് 38,000 മാത്രമാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. 14,000 റീകൂപ്മെൻറ്റ് നടത്തുകയാണ്. എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 38,000 റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 14,000 ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് 52,000. 52,000 ആണ് ആക്ച്വൽ റോയൽറ്റി. അതിൽ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത് കിട്ടുന്നത് 38,000 ആണ്. ബാക്കി 14,000 ഷോർട്ട് വർക്കിങ്സ് റിക്കവർ ചെയ്യുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 38,000 റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 14,000 ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് 52,000. നെക്സ്റ്റ് റോയൽറ്റി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി 52,000 ആണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 52,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 52,000. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 52,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 52,000. നെക്സ്റ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ധൻരാജ്. ലെസറുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. മെയിനായിട്ട് വരുന്ന അക്കൗണ്ടുകൾ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്, റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട്, ജനറൽ മിനറൽസ് അക്കൗണ്ട്, പിന്നെ വേണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വയ്ക്കാവുന്നതാണ്. നമുക്ക് എൻട്രിയിലേക്ക് കിടക്കാം. 2011 ഡിസംബർ 31 വരുന്ന എൻട്രീസ് ആണ് ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. മിനിമം റെന്റ് റിസീവബിൾ ആകുന്ന എൻട്രിയാണ്. ഇവിടെ മിനിമം റെന്റ് ഡ്യൂ ആകുക എന്ന് പറഞ്ഞാൽ ലെസറെ സംബന്ധിച്ച് റിസീവബിൾ ആകുക എന്നാണ്. ജനറൽ മിനറൽസ് അക്കൗണ്ട് ഡെറ്റർ, ജനറൽ മിനറൽസ് അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി റിസീവബിൾ ടു റോയൽറ്റി സസ്പെൻസ് ഇതായിരുന്നു എൻട്രി. ജനറൽ മിനറൽസ് അക്കൗണ്ടിൽ ഡെബിറ്റ് വരുന്നത്, ജനറൽ മിനറൽസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് മിനിമം റെന്റ് എമൗണ്ട് കൊണ്ടാണ്. റോയൽറ്റി റിസീവബിൾ നമ്മൾ കൊടുക്കുന്നത് ആക്ച്വൽ റോയൽറ്റി ആണ്. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് സൂചിപ്പിക്കുന്നത് ഷോർട്ട് വർക്കിങ്സിനെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റോയൽറ്റി സസ്പെൻസ് സൂചിപ്പിക്കുന്നത് ഷോർട്ട് വർക്കിങ്സിനെയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് സൂചിപ്പിക്കുന്നത് ആക്ച്വൽ റോയൽറ്റിയാണ്. നമുക്ക് എൻട്രിയിലേക്ക് കിടക്കാം. ജനറൽ മിനറൽസ് അക്കൗണ്ടിനകത്ത് വരുന്നത് ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്, ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്, റോയൽറ്റി റിസീവബിൾ ടു റോയൽറ്റി സസ്പെൻസ്. എമൗണ്ട് 18,000 ആണ് റോയൽറ്റി റിസീവബിൾ വരുന്നത്. അതായത് ആക്ച്വൽ റോയൽറ്റി സസ്പെൻസിൽ വരുന്നത് 12,000 ആണ്. അത് ഷോർട്ട് വർക്കിങ്സിനെ സൂചിപ്പിക്കുന്നു. ഇനി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബൈ ജനറൽ മിനറൽസ് അക്കൗണ്ട് 18,000. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ ജനറൽ മിനറൽസ് അക്കൗണ്ട് 12,000. ഇനി സെക്കൻഡ് എൻട്രിയിലേക്ക് പോകാം. ഇവിടെ റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. അഥവാ എമൗണ്ട് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ മിനറൽസ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. ജനറൽ മിനറൽസ് അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്നായിരിക്കും എൻട്രി വരുന്നത്. ബൈ ബാങ്ക്. ഇവിടെ കിട്ടുന്ന എമൗണ്ട് 30,000 ആണ്. മിനിമം റെന്റ് ആയിട്ടുള്ള 30,000 ആണ് ഇവിടെ റിസീവ് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റിയെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ടു ടി&എൽ അക്കൗണ്ട്, എമൗണ്ട് 18,000 ആണ്. ടി&എൽ അക്കൗണ്ടിൽ
ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്. എമൗണ്ട് 18,000 ആണ്. 2011 ആണ് ഇയർ. ഇനി നമുക്ക് 2011 എല്ലാ എൻട്രീസും ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ രണ്ട് സൈഡ് ഈക്വൽ ആണ്. 18,000 ടോട്ടൽ വരുന്നു. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിൽ ബാലൻസ് വരുന്നുണ്ട്. ടു ബാലൻസ് ക്യാരി ഡൗൺ 12,000. ടോട്ടൽ ചെയ്യുക. 2012 ബ്രോ ഡൗൺ ചെയ്യുക. ബൈ ബാലൻസ് ബ്രോ ഡൗൺ 12,000. PNL അക്കൗണ്ടിലെ മറ്റേ എൻട്രീസ് നമുക്ക് അറിയില്ല, ജസ്റ്റ് ടോട്ടൽ ചെയ്ത് കാണിച്ചാൽ മതി. ജനറൽ മിനറൽസ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. 30,000 ആണ് വരുന്നത്. ടോട്ടൽ ചെയ്യുക. നെക്സ്റ്റ് 2012 എൻട്രീസ് ഒക്കെ സെയിം ആണ്. റോയൽറ്റി അഥവാ ഇവിടെ മിനിമം റെന്റ് ഡ്യൂ ആകുന്ന അല്ലെങ്കിൽ റിസീവബിൾ ആകുന്ന എൻട്രി ആണ് ആദ്യം വരുന്നത്. ജനറൽ മിനറൽസ് അക്കൗണ്ട് ലെറ്റർ ടു റോയൽറ്റി റിസീവബിൾ ടു റോയൽറ്റി സസ്പെൻസ്. ഈ എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വരുന്നത്. ജനറൽ മിനറൽസ് അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ ടു റോയൽറ്റി സസ്പെൻസ്. റോയൽറ്റി റിസീവബിൾ എന്ന് പറയുന്നത് ആക്ച്വൽ റോയൽറ്റി എമൗണ്ട് ആണ്. 24,000 ആണ്. റോയൽറ്റി സസ്പെൻസ് ഷോർട്ട് വർക്കിംഗ്സിനെ സൂചിപ്പിക്കുന്ന എമൗണ്ട് ആണ്. 6,000 ആണ് എമൗണ്ട് വരുന്നത്. ഇനി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ സെയിം എൻട്രിയുടെ പോസ്റ്റിംഗ് വരും. ബൈ ജനറൽ മിനറൽസ് അക്കൗണ്ട്. എമൗണ്ട് 24,000 ആണ്. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിലും സെയിം എൻട്രിയുടെ പോസ്റ്റിംഗ് വരും. ബൈ ജനറൽ മിനറൽസ് അക്കൗണ്ട്. എമൗണ്ട് 6,000 ആണ്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി അഥവാ ഇവിടെ മിനിമം റെന്റ് റിസീവ് ചെയ്യുന്ന എൻട്രി ആണ്. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ജനറൽ മിനറൽസ് എന്നാണ് എൻട്രി വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ജനറൽ മിനറൽസ് അക്കൗണ്ട് എന്നാണ് എൻട്രി. ജനറൽ മിനറൽസിന്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് 30,000 ആണ് വരുന്നത്. ആക്ച്വലായിട്ട് ഉള്ള മിനിമം റെന്റ് എമൗണ്ട് ആണ് ഇവിടെ പേയ്മെന്റ് നടത്തുന്നത്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റിയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ആണ്. ഇവിടെ ലെസറെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്, അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എൻട്രി വരുന്നത്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ലെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എൻട്രി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റോയൽറ്റിയുടെ എമൗണ്ട് ആയിട്ടുള്ള 24,000 ആണ് കൊടുക്കേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി റിസീവബിൾ. എമൗണ്ട് 24,000. എല്ലാ എൻട്രീസും നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഈ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം. റോയൽറ്റി റിസീവബിൾ രണ്ട് സൈഡും എമൗണ്ട് ഈക്വൽ ആണ്. ക്ലോസ് ചെയ്യുക. ജനറൽ മിനറൽസ് അക്കൗണ്ടിൽ രണ്ട് സൈഡും ഈക്വൽ ആണ്. 30,000 ആണ് വരുന്നത്. അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. PNL അക്കൗണ്ടിലെ എല്ലാ എൻട്രീസും നമുക്ക് അറിയില്ല. അറിയാവുന്ന എൻട്രി 24,000 ആണ്. ജസ്റ്റ് ടോട്ടൽ ചെയ്ത് കാണിക്കുക.
റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിൽ ബാലൻസ് വരുന്നുണ്ട് 1000 പ്ലസ് 6000 18,000 ആയി. ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ 18,000 ആണ്. 2013 ഡ്രോ ഡൗൺ ചെയ്യാം. ബൈ ബാലൻസ് ഡ്രോ ഡൗൺ. നെക്സ്റ്റ് 2013 എൻട്രീസ് ആണ്. മിനിമം റെന്റ് റിസീവബിൾ ആകുന്ന എൻട്രിയാണ് ആദ്യം റെക്കോർഡ് ചെയ്യായിട്ടുള്ളത്. ജനറൽ മിനറൽസ് അക്കൗണ്ട് അറ്റ് റോയൽറ്റി റിസീവബിൾ ടു റോയൽറ്റി സസ്പെൻസ് ഇതായിരുന്നു എൻട്രി. ജനറൽ മിനറൽസ് അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ റോയൽറ്റി എമൗണ്ട് എത്രയാണ്? 28,000 ആണ്. ടു റോയൽറ്റി സസ്പെൻസ് ഷോൾ വർക്കിംഗിന്റെ എമൗണ്ട് ആണ് 2,000 ആണ്. ഇനി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ സെയിം എൻട്രിയുടെ പോസ്റ്റിംഗ് വരും. ബൈ ജനറൽ മിനറൽസ് അക്കൗണ്ട് എമൗണ്ട് 28,000 ആണ്. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിലും സെയിം എൻട്രിയുടെ പോസ്റ്റിംഗ് വരും. ബൈ ജനറൽ മിനറൽസ് അക്കൗണ്ട് എമൗണ്ട് 2,000 ആണ്. സെക്കൻഡ് എൻട്രി മിനിമം റെന്റ് എമൗണ്ട് പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ജനറൽ മിനറൽസ് അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്ന പോസ്റ്റിംഗ് വരും. മിനിമം റെന്റ് ആയിട്ടുള്ള 30,000 ആണ് ഇവിടെ പേയ്മെന്റ് നടത്തുന്നത്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി റിസീവബിളിനെ അഥവാ റോയൽറ്റിയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എമൗണ്ട് 28,000 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്. നെക്സ്റ്റ് 2014 എൻട്രിയാണ്. ഇവിടെ മിനിമം റെന്റ് വരുന്നില്ല. ആക്ച്വൽ റോയൽറ്റി ആണ് വരുന്നത്. കാരണം റോയൽറ്റി എമൗണ്ട് മിനിമം റെന്റിനേക്കാൾ കൂടുതലാണ്. ഇവിടെ എമൗണ്ട് ഓഫ് ആക്ച്വൽ റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയാണ് ആദ്യം കൊടുക്കാനുള്ളത്. ജനറൽ മിനറൽസ് അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി റിസീവബിൾ. അതിന് മുമ്പ് നമുക്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ 28,000 ആണ്. രണ്ട് സൈഡും ഈക്വൽ ആണ്. ജനറൽ മിനറൽസിന്റെ അക്കൗണ്ടിലും രണ്ട് സൈഡും ഈക്വൽ ആണ്. 30,000 ആണ്. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിൽ ടോട്ടൽ ഇപ്പോൾ 20,000 ആയി. ടു ബാലൻസ് ക്യാരി ഡൗൺ. സെയിം എമൗണ്ട് ഡ്രോ ഡൗൺ ചെയ്യുക. ബൈ ബാലൻസ് ഡ്രോ ഡൗൺ എമൗണ്ട് 20,000. ജനറൽ അക്കൗണ്ടിൽ വെറുതെ എമൗണ്ട് ടോട്ടൽ ചെയ്ത് കാണിച്ചാൽ മതി. ഇനി ജനറൽ മിനറൽസ് അക്കൗണ്ടിൽ 2014 ടു റോയൽറ്റി റിസീവബിൾ
എമൗണ്ട് 36,000 ആണ്. 36,000. ഇവിടെ ഷോർട്ട് വർക്കിംഗ് ഇല്ല, അതുകൊണ്ടാണ് റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് വരാത്തത്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബൈ ജനറൽ മിനറൽസ് അക്കൗണ്ട് 36,000 ആണ്. നെക്സ്റ്റ് എൻട്രി എമൗണ്ട് റിസീവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷോർട്ട് വർക്കിംഗ്സ് റിക്കവർ ചെയ്യുന്നതിൻ്റെ എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റർ റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു ജനറൽ മിനറൽസ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. പേയ്മെന്റ് നടത്തുന്നത് 30,000 ആയിട്ടുള്ള മിനിമം എമൗണ്ട് ആണ്. 6,000 ആണ് ഇവിടെ റിക്കൂപ്പ് ചെയ്യുന്നത്. ജനറൽ മിനറൽസ് അക്കൗണ്ടിൽ ബൈ ബാങ്ക് റിസീവ് ചെയ്യുന്ന 30,000 ബൈ റോയൽറ്റി സസ്പെൻസ് നമ്മുടെ ലെസ്സിയുടെ ബുക്കിൽ ഷോർട്ട് വർക്കിംഗ് പ്രസന്റ് ചെയ്യാനായിട്ട് ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. റിക്കവർ ചെയ്യുന്ന സമയത്തും ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് എന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടാണ് ഷോർട്ട് വർക്കിംഗിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. റിക്കവർ ചെയ്യുന്ന സമയത്തും ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ടാണ് നമ്മൾ എഴുതുന്നത്. 6,000 എമൗണ്ട് കൊടുക്കുക. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിൽ ടു ജനറൽ മിനറൽസ് അക്കൗണ്ട് എത്രയാണ് റിക്കൂപ്പ് ചെയ്യുന്നത്? 6,000 ആണ്. നെക്സ്റ്റ് റോയൽറ്റിയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എമൗണ്ട് 36,000 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി റിസീവബിൾ ഇനി അക്കൗണ്ടുകൾ നമുക്ക് ക്ലോസ് ചെയ്യാം. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ രണ്ട് സൈഡ് വീക്കിലാണ്. 36,000 ആണ് എമൗണ്ട് വരുന്നത്. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിൽ 20,000 നിന്ന് 6,000 റിക്കൂപ്പ് ചെയ്തു. ഇവിടെ 20,000 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 6,000 റിക്കൂപ്പ് ചെയ്തു. ഇനി ബാലൻസ് വരുന്നത് ടു ബാലൻസ് ക്യാരി ഡൗൺ 14,000 ആണ്. ടോട്ടൽ ചെയ്യുക. ബൈ ബാലൻസ് ഡ്രോ ഡൗൺ 14,000 ആണ്. ഈ ആനൽ അക്കൗണ്ടിൽ വെറുതെ ടോട്ടൽ ഒന്നെടുത്ത് എഴുതിയേക്കുക. നെക്സ്റ്റ് 2015 എൻട്രീസ് ആണ്. ഇവിടെയും ആക്ച്വൽ റോയൽറ്റിയാണ് നമ്മൾ റിസീവബിൾ ആയിട്ട് കാണിക്കുന്നത്. കാരണം ഷോർട്ട് വർക്കിംഗ്സ് ഒന്നും വരുന്നില്ല. ജനറൽ മിനറൽസ് അക്കൗണ്ട് അറ്റർ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നാണ് എൻട്രി. ജനറൽ മിനറൽസിൽ ടു റോയൽറ്റി റിസീവബിൾ കൊടുക്കുക. തൊട്ട് മുമ്പത്തെ ഇയറിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. 36,000 ആണ് വരുന്നത്. രണ്ട് സൈഡ് വീക്കിലാണ്. റോയൽറ്റി റിസീവബിൾ എമൗണ്ട് 52,000 ആണ്. ആക്ച്വൽ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബൈ ജനറൽ മിനറൽസ് 52,000.
നെക്സ്റ്റ് എൻട്രി ആക്ച്വൽ റോയൽറ്റിയിൽ നിന്ന് ഷോർട്ട് റിംഗ്സ് റിക്കവർ ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് റിസീവ് ചെയ്യുകയും ചെയ്യുന്ന എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു ജനറൽ മിനറൽസ് അക്കൗണ്ട് എന്നാണ് എൻട്രി. ജനറൽ മിനറൽസിന്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് 38,000 ആണ് റിക്കവറിക്ക് ശേഷം കിട്ടുന്ന എമൗണ്ട്. ബൈ റോയൽറ്റി സസ്പെൻസ് റിക്കൂപ്പ് ചെയ്യുന്നത് 14,000 ആണ്. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിൽ സെയിം എൻട്രിയുടെ തന്നെ പോസ്റ്റിംഗ് വരും. ടു ജനറൽ മിനറൽസ് അക്കൗണ്ട് റിക്കവർ ചെയ്യുന്ന എമൗണ്ട് 14,000 ആണ്. ലാസ്റ്റ് എൻട്രി റോയൽറ്റിയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് 52,000 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് 52,000. നമ്മുടെ എൻട്രീസ് എല്ലാം കംപ്ലീറ്റ് ആയി. നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിന്റെ രണ്ട് സൈഡ് ഈക്വലാണ്. 52,000 ആണ് എമൗണ്ട് വരുന്നത്. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിലും രണ്ട് സൈഡ് ഈക്വലായി, ബാലൻസ് ഒന്നുമില്ല. 14,000 ആണ് വരുന്നത്. ടോട്ടൽ ചെയ്യുക. ജനറൽ മിനറൽസിന്റെ അക്കൗണ്ടിലും രണ്ട് സൈഡും ഈക്വൽ ആണ്. 52,000 ആണ് ടോട്ടൽ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും ജസ്റ്റ് ടോട്ടൽ എടുത്തിരുന്ന 52,000. നെക്സ്റ്റ് ലെഡ്ജർ അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ധൻരാജ്. ലെസറുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ട്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് അക്കൗണ്ട് റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ എല്ലാ വർഷവും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഓരോ എൻട്രീസ് മാത്രമാണ് വരുന്നത്. 2011 ക്രെഡിറ്റ് സൈഡിൽ ബൈ ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് 18,000. ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 30,000. ടു റോയൽറ്റി റിസീവബിൾ 18,000. ടു റോയൽറ്റി സസ്പെൻഡ് 12,000. റോയൽറ്റി അഥവാ മിനിമം റെന്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ് ആദ്യത്തെ എൻട്രി. ആ എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ എല്ലാ വർഷവും ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബൈ ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് എന്ന് വരുന്നു. എത്രയാണോ ആക്ച്വൽ റോയൽറ്റി അതാണ് ആ എമൗണ്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ റോയൽറ്റിയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 18,000. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 18,000 എന്നായിരുന്നു എൻട്രി. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വരുന്നു. അങ്ങനെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആകുന്നു, ബാലൻസ് ഒന്നുമില്ല. 2012 മിനിമം റെന്റ് റിസീവബിൾ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നു. ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 30,000. ടു റോയൽറ്റി റിസീവബിൾ 24,000. ടു റോയൽറ്റി സസ്പെൻഡ് 6,000. ഇവിടെ ആക്ച്വൽ റോയൽറ്റി 24,000 ആണ്. ഫസ്റ്റ് എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ജനറൽ മിനറൽസ് ലിമിറ്റഡിൻ്റെ ലിമിറ്റഡ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നു. റോയൽറ്റിയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 24,000. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. 2013
മിനിമറൻ്റ് റിസീവബിൾ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. ആക്ച്വൽ റോയൽറ്റി 28,000 ആണ്. ബൈ ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ റോയൽറ്റിയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് എൻട്രി. 28,000 ആയിരുന്നു. ആക്ച്വൽ റോയൽറ്റി രണ്ട് സൈഡിലും സെയിം എമൗണ്ട് തന്നെയാണ് വരുന്നത്. 2014 ആക്ച്വൽ റോയൽറ്റി റിസീവബിൾ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. 2014 15 റോയൽറ്റി മിനിമം റെൻറ്റിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ മിനിമം റെൻ്റ് അല്ല, റോയൽറ്റിയാണ് ആപ്ലിക്കബിൾ ആകുന്നത്. 36,000 ആയിരുന്നു റോയൽറ്റി. ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 36,000 ടു റോയൽറ്റി റിസീവബിൾ 36,000 എന്നായിരുന്നു എൻട്രി. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബൈ ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് 36,000 എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. റോയൽറ്റിയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 36,000 എന്നാണ് എൻട്രി. രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വലാണ്. 2015 ആക്ച്വൽ റോയൽറ്റി റിസീവബിൾ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 52,000 ടു റോയൽറ്റി റിസീവബിൾ 52,000 അതായിരുന്നു എൻട്രി. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൻ ക്രെഡിറ്റ് സൈഡിൽ ബൈ ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് എന്ന് വന്നിരിക്കുന്നു. എമൗണ്ട് 52,000. ആക്ച്വൽ റോയൽറ്റിയാണ്. ആക്ച്വൽ റോയൽറ്റിയെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. എമൗണ്ട് 52,000 ആണ്. നെക്സ്റ്റ് അക്കൗണ്ട് റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട്. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടാണ്. റോയൽറ്റി സസ്പെൻസ് എല്ലായ്പ്പോഴും സൂചിപ്പിക്കുന്നത് ഷോർട്ട് വർക്കിങ്സിനെയാണ് റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് എൻട്രി മിനിമം റെൻ്റ് റിസീവബിൾ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. 2011 ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു റോയൽറ്റി റിസീവബിൾ 18,000 ടു റോയൽറ്റി സസ്പെൻസ് 12,000 എന്നായിരുന്നു എൻട്രി. 2011 ഷോർട്ട് വർക്കിങ്സ് 12,000 ആണ്. ആ എമൗണ്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് എൻട്രിയുടെ പോസ്റ്റിംഗ് റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ ജനറൽ മിനറൽസ് അക്കൗണ്ട് എന്ന് വരുന്നു. ഡെബിറ്റ് സൈഡിൽ എൻട്രീസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാലൻസ് ആണ് വരുന്നത്. ബാലൻസ് 2012 ബ്രോ ഡൗൺ ചെയ്തിരിക്കുന്നു. 2012 ഷോർട്ട് വർക്കിങ്സ് വരുന്നത് 6,000 ആണ്. മിനിമം റെൻ്റ് റിസീവബിൾ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ക്രെഡിറ്റ് സൈഡിൽ 2012 വന്നിരിക്കുന്നത്. ബൈ ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് എന്ന് വന്നിരിക്കുന്നത്. ജനറൽ മിനറൽസ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു റോയൽറ്റി റിസീവബിൾ 24,000 ടു റോയൽറ്റി സസ്പെൻസ് 6,000 എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ ജനറൽ മിനറൽസ് അക്കൗണ്ട് എന്നാണ് എൻട്രി വന്നിരിക്കുന്നത്. എമൗണ്ട് 6,000 ആണ്. ഡെബിറ്റ് സൈഡിൽ എൻട്രീസ് ഒന്നുമില്ല. ബാലൻസിങ് ഫിഗർ ആണ് വന്നിരിക്കുന്നത്. ബാലൻസ് 18,000 ഉണ്ട്. 18,000 2013 ബൈ ബാലൻസ് ബ്രോ ഡൗൺ ക്രെഡിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്തിരിക്കുന്നു. 2013 അതുപോലെ തന്നെ ഷോർട്ട് വർക്കിങ്സ് വരുന്നുണ്ട്. 2,000 ആണ് ഷോർട്ട് വർക്കിങ്സ് വരുന്നത്. എമൗണ്ട് മാത്രമേ മാറുന്നുള്ളൂ. എൻട്രി സെയിം ആണ്. മിനിമം റെൻ്റ് റിസീവബിൾ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ എൻട്രീസ് ഒന്നുമില്ല. ബാലൻസ് 20,000 ഉണ്ട്. 2014 ക്രെഡിറ്റ് സൈഡിലേക്ക് ബാലൻസ് എമൗണ്ട് 20,000 ബ്രോ ഡൗൺ ചെയ്തിരിക്കുന്നു. 2014 ഷോർട്ട് വർക്കിങ്സ് ഉണ്ടാവുന്നില്ല. പക്ഷേ ഷോർട്ട് വർക്കിങ്സ് റിക്കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഷോർട്ട് വർക്കിങ്സ് റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിച്ചിരുന്നത്. എന്നാൽ ഷോർട്ട് വർക്കിങ്സ് റീകൂപ്മെൻറ്റ്
ഈ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. 2014 6,000 ആണ് റീകൂപ്പ് ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 30,000, റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 6,000, ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് 36,000 എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിൽ ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് 6,000 എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബാലൻസ് 14,000 ഉണ്ട്. 14,000 2015 ക്രെഡിറ്റ് സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്തിരിക്കുന്നു. 2015 പുതിയതായിട്ട് ഷോർട്ട് വർക്കിങ്സ് ഉണ്ടാകുന്നില്ല. ഷോർട്ട് വർക്കിങ്സ് റീകൂപ്പിന് നടക്കുന്നുണ്ട്. 14,000 റീകൂപ്പിൻ്റെ നടക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 38,000, റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 14,000, ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് 52,000 എന്നായിരുന്നു എൻട്രി. റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിൽ ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. 14,000 ഇവിടെ റീകൂപ്പിന് നടത്തുന്നത്. രണ്ട് സൈഡും എമൗണ്ട് ഈക്വലാവുന്നു, ബാലൻസ് ഒന്നുമില്ല. നെക്സ്റ്റ് അക്കൗണ്ട് ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ടാണ്. 2011 ഡിസംബർ 31 റോയൽറ്റി അഥവാ മിനിമം റെൻ്റ് റിസീവബിൾ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. 2011 മിനിമം റെൻ്റാണ് റിസീവബിൾ ആകുന്നത്. ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 30,000, ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് 18,000, ടു റോയൽറ്റി സസ്പെൻസ് 12,000 എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ജനറൽ മിനറൽസ് ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു റോയൽറ്റി റിസീവബിൾ 18,000, ടു റോയൽറ്റി സസ്പെൻസ് 12,000 രണ്ട് അക്കൗണ്ടുകൾക്കാണ് ഡെബിറ്റ് വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ മിനിമം റെൻ്റ് റിസീവ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ മിനറൽസ് ലിമിറ്റഡ് അക്കൗണ്ട്. ജനറൽ മിനറൽസിൻ്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന പോസ്റ്റിംഗ് വരും. രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വലാണ്. 2012 മിനിമം റെൻ്റ് റിസീവബിൾ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. ജനറൽ മിനറൽസ് അക്കൗണ്ട് ഡെറ്റർ 30,000, ടു റോയൽറ്റി റിസീവബിൾ 24,000, ടു റോയൽറ്റി സസ്പെൻസ് 6,000 എന്നായിരുന്നു എൻട്രി. ജനറൽ മിനറൽസിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു റോയൽറ്റി റിസീവബിൾ 24,000, ടു റോയൽറ്റി സസ്പെൻസ് 6,000 ഇങ്ങനെ പോസ്റ്റിംഗ് വരും. മിനിമം റെൻ്റ് റിസീവ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ മിനറൽസ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. ജനറൽ മിനറൽസിൻ്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് രണ്ട് സൈഡിൽ ഈക്വലാണ്. 2013 മിനിമം റെൻ്റ് റിസീവബിൾ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. റോയൽറ്റി റിസീവബിൾ 28,000, റോയൽറ്റി സസ്പെൻസ് 2,000 മിനിമം റെൻ്റ് റിസീവ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. ബൈ ബാങ്ക് അക്കൗണ്ട് 30,000. ഈ 3 വർഷങ്ങളിലും ഷോർട്ട് വർക്കിങ്സ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മിനിമം റെൻ്റ് ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. എമൗണ്ടിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതല്ലാതെ എൻട്രിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല. 2014 ആക്ച്വൽ റോയൽറ്റിയാണ് റിസീവബിൾ ആകുന്നത്. ജനറൽ മിനറൽസിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു റോയൽറ്റി റിസീവബിൾ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എൻട്രി ജനറൽ മിനറൽസ് അക്കൗണ്ട് ഡെറ്റർ 36,000, ടു റോയൽറ്റി റിസീവബിൾ 36,000 എന്നായിരുന്നു. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് അക്കൗണ്ട് 30,000, ബൈ റോയൽറ്റി സസ്പെൻസ് 6,000 ഇങ്ങനെയാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ആക്ച്വൽ റോയൽറ്റിയെ ഷോർട്ട് വർക്കിങ്സ് റിക്കവേർഡും അതുപോലെ തന്നെ എമൗണ്ട് റിസീവ്ഡുമായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അഥവാ ആക്ച്വൽ റോയൽറ്റിയിൽ നിന്ന് ഷോർട്ട് വർക്കിങ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് എമൗണ്ട് റിസീവ് ചെയ്ത എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 30,000, റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 6,000, ടു ജനറൽ മിനറൽസ് അക്കൗണ്ട് 36,000 എന്നായിരുന്നു.
എമൗണ്ട് രണ്ട് സൈഡിൽ വീക്കിലാണ്. 2015 ആക്ച്വൽ റോയൽറ്റി റിസീവബിൾ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. ജനറൽ മിനറൽസ് അക്കൗണ്ട് ഡെറ്റർ 52,000 ടു റോയൽറ്റി റിസീവബിൾ 52,000 എന്നായിരുന്നു എൻട്രി. ക്രെഡിറ്റ് സൈഡിൽ ഷോർട്ട് വർക്കിംഗ്സ് അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷം എമൗണ്ട് റിസീവ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 38,000, റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 14,000 ടു ജനറൽ മിനറൽസ് അക്കൗണ്ട് 52,000 എന്നായിരുന്നു എൻട്രി. ജനറൽ മിനറൽസിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് അക്കൗണ്ട് 38,000, ബൈ റോയൽറ്റി സസ്പെൻസ് 14,000 എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് രണ്ട് സൈഡിൽ വീക്കിലാണ് 52,000. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എല്ലാ ഫിഗറുകളും നമുക്ക് അറിയില്ല. നമുക്ക് ലഭ്യമായ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. റോയൽറ്റി റിസീവബിളിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എല്ലാ വർഷവും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓരോ വർഷത്തെയും ആക്ച്വൽ റോയൽറ്റി എത്രയാണോ ആ എമൗണ്ടിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ലെസറെ സംബന്ധിച്ചിടത്തോളം റോയൽറ്റി ഒരു ഇൻകമാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. 2011 ആക്ച്വൽ റോയൽറ്റി 18,000 ആയിരുന്നു. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് എൻട്രി. എല്ലാ വർഷവും സെയിം എൻട്രി തന്നെയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ആദ്യത്തെ വർഷം 18,000 ആയിരുന്നു റോയൽറ്റി, ആക്ച്വൽ റോയൽറ്റി. 2012 24,000 ആയിരുന്നു ആക്ച്വൽ റോയൽറ്റി. ആ എമൗണ്ടാണ് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. 2013 28,000 ആയിരുന്നു. 2014 36,000 ആയിരുന്നു ആക്ച്വൽ റോയൽറ്റി. ആ വർഷം റീകൂപ്പനി നടത്തുന്നുണ്ട്. ആക്ച്വൽ റോയൽറ്റി 36,000 ആണ്. 2015 ആക്ച്വൽ റോയൽറ്റി 52,000 ആണ്. ബൈ റോയൽറ്റി റിസീവബിൾ 52,000 എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.